നേരത്തെ തന്നെ പല ആവർത്തി ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷം പ്രശ്നങ്ങളുടെ വർഷമായിരിക്കും. ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു ഛത്തീസ്ഗറിൽ നിന്ന് ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന ആ ചരിത്രം. ആരെക്കൊണ്ടും നിയന്ത്രിക്കാനൊക്കത്തില്ല, ആരെക്കൊണ്ടും കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. നീ മേലിൽ യേശുവിനെ ആരാധിക്കാൻ പാടില്ല എന്ന് ആരോ ഒരു വിഡ്ഢി നാട്ടുകാരൻ പറഞ്ഞു. അതനുസരിക്കാതെ ആരോ യേശുവിനെ ആരാധിച്ചു. പരിണിതം മറ്റൊന്നുമില്ല, വിദ്യാഭ്യാസമില്ലാത്ത വകതിരിവില്ലാത്ത ഒരു വർഗമാണ് തല്ലിക്കൊന്നു കളഞ്ഞു. അത് ഏറ്റവും നീചമായി വേദനിപ്പിച്ച് അല്പം വീതം കൊല്ലുകയായിരുന്നു എന്നൊക്കെയാണ് വിശദീകരണത്തിൽ കിടക്കുന്നത് കണ്ടത്. 2025 വളരെ പ്രശ്നമുള്ള സാഹചര്യത്തിലൂടെ പോകുക. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ കിട്ടും. അതുകൊണ്ട് നാം കൂടുതൽ പ്രാർത്ഥിക്കാനായി താല്പര്യപ്പെടുക. ആരാധന തന്നെയൊന്നുമല്ല വിഷയം, എന്തൊക്കെയോ വെളിപ്പെടാനുണ്ട്. ഈ വർഷത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാനും പ്രാർത്ഥിപ്പാനും ഉള്ള പ്രത്യേക സമയങ്ങളാണ്. അതിനുവേണ്ടി നമ്മെ ഏൽപ്പിക്കുവാൻ വീണ്ടും ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തേക്ക് ആവശ്യമുള്ള ഒരു തിരുവചന ഭാഗം പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചത്. പവർ പോയിൻ്റ് ഇല്ല, പ്രൊജക്ഷൻ ഇല്ല, പക്ഷെ ഞാനതല്ലാതെ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യോശുവയുടെ സെഖരിയാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ആരെങ്കിലും വായിച്ചാൽ നല്ലതാണ്. ഞാൻ ആളുകൾ വായിക്കാൻ തയ്യാറായി വരുമ്പോൾ ഞാൻ വായിപ്പിക്കുന്ന പതിവില്ല. ഞാൻ തന്നെയാണ് പൊതുവെ വായിക്കാറുള്ളത്. ഞാൻ 1-2 കാരണം കൂടെ അതിനെക്കുറിച്ച് വ്യക്തമാക്കാം. എൻ്റെ ചെറിയ പ്രായത്തിൽ ശുശ്രൂഷയുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, ഞാൻ പറഞ്ഞാൽ 12-ാമത്തെ വയസ്സിൽ ഞാൻ പ്രസംഗം ആരംഭിച്ചതാണ്, ശുശ്രൂഷ ആരംഭിച്ചതാണ്. അന്ന് ഷാരോൺ പെന്തക്കോസ്റ്റൽ വിഭാഗത്തോട് ചേർന്നാണ് ഞാൻ ദൈവത്തെ ആരാധിച്ചത്. അക്കാലങ്ങളിൽ ഏറെക്കുറെ നല്ല പ്രായമുള്ള ഒരപ്പച്ചനുണ്ടായിരുന്നു, KC ശമുവേൽ. ഇന്നെനിക്ക് വേറൊരു KC ശമുവേലിനെ അറിയാം. അന്ന് ഷാരോനിൽ ഒരു പാസ്റ്റർ KC ശമുവേൽ ഉണ്ടായിരുന്നു. അവിവാഹിതനായി തൻ്റെ ജീവിതം അവസാനം വരെ ജീവിച്ച് സഭയെ സേവിച്ച ഒരു മനുഷ്യനാണ്. ഞാൻ വളർന്നു വരേണ്ട ആ പ്രായത്തിൽ അദ്ദേഹം എന്നോട് 2 കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. 2 അല്ല, ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നാമത്തെ ഇതായിരുന്നു, മോനെ, വാക്യം വായിക്കുന്നത് നീ തന്നെ വായിക്കണം. ഏതെങ്കിലും ഒരു ബൈബിൾ സ്കൂളിൽ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയവനും എൻ്റെ ബൈബിൾ തൊടുന്ന പരിചയമില്ല. അവന് നിന്നെ വാക്യം വായിക്കാൻ പറയും, ആരെക്കൊണ്ടെങ്കിലും വായിപ്പിക്കും. അവൻ വായിക്കത്തില്ല. നിനക്ക് കണ്ണ് കാണുന്നിടത്തോളം സ്വയം ബൈബിൾ വായിക്കണം. 2-ാമത്തെ അദ്ദേഹം പറഞ്ഞത്, നിൽക്കുന്ന കൂട്ടത്തിൽ വെള്ളം കുടിക്കരുത്. 3 മാസം ബൈബിൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ 1 കുടം വെള്ളം കുടിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാചകമാണ്. 1 കുടം വെള്ളം കുടിക്കണമെന്നുള്ളത് ഉപദേശിയുടെ പാറ്റനാണ്. നിനക്കതിന് പോകരുത്, അധികം വെള്ളം കുടിക്കരുത്, ദൈവവചനം പ്രസംഗിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞതിൽ വേറൊന്നായിരുന്നു, നിന്നെ ഏൽപ്പിച്ച കാര്യം കറക്റ്റായി പറയണം. നിന്നെ ഏൽപ്പിക്കാത്തതൊന്നും പറയാൻ മെനക്കെടരുത്. ദൈവം തന്നത് കൊണ്ടുപോകണം. കഴിവുള്ളിടത്തോളം കൊണ്ടുപോയി. കണ്ണ് കാണുന്നത് കൊണ്ട് വായിച്ചു, ഇനിയും വായിപ്പിക്കാൻ നോക്കി. മറുവശം, ബൈബിൾ വായിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട സഹോദരന്മാരിവിടെ ഉണ്ട്. പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ടതുപോലെ വായിക്കാൻ സമർപ്പിക്കപ്പെട്ടവരുണ്ട്. അവരുടെ അവസരം കട്ട് ചെയ്യരുത് എന്ന് എൻ്റെ ഭാര്യ എന്നെ ഇന്നലെയും ഓർമ്മിപ്പിച്ചു. ഇതിന് 2ൻ്റെയും കൂടെ ഒരു കോംപ്രമൈസാണ്. വാക്യം ഞാനിവിടെ എടുത്തിട്ടുണ്ടെങ്കിലും ദയവായി സെഖരിയ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം വീണ്ടും ആരെങ്കിലും വായിച്ചാട്ടെ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരൂശലേമിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഈ സാഹചര്യം ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാകാൻ വേണ്ടി പ്രവാചകൻ അല്ലെങ്കിൽ സെഖരിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ദൈവം ഒരു വെളിപ്പാട് കാണിച്ചു. സെഖരിയ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ സാഹചര്യം, കാലഘട്ടം ഏതായിരുന്നു? ഇസ്രായേൽ ബാബേലിൻ്റെ അടിമത്വത്തിൽ നിന്ന് വെളിയിൽ വരേണ്ട കാലം. ദൈവം ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, ചില നേതാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു, ചില രാജാക്കന്മാരെ കാലങ്ങൾക്ക് മുന്നമേ മുതൽ എഴുന്നേൽപ്പിച്ചു തുടങ്ങി.
ഇതിനകത്ത് ഒടുവിലായി ദൈവം എഴുപ്പിച്ച 2-3 പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരുവനായിരുന്നു സഖരിയ പ്രവാചകൻ. ജനത്തിൻ്റെ വിടുതലിൻ്റെ കാലം അടുത്തതോടുകൂടെ ആ വിടുതലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പ്രവചന ഭാഷയിൽ ദൈവം സഖരിയാവിനെ ദൂതുകളെ ഏൽപ്പിച്ചു തുടങ്ങി. അന്ന് അദ്ദേഹം കാണുന്ന ഒരു കാഴ്ചയാണ് തേണ്ട നിൽക്കുന്നു യോശുവ മഹാപുരോഹിതൻ. ഞാൻ സമകാലികരെക്കുറിച്ച് ഒന്ന് തൊടും. സഖരിയ പ്രവാചകൻ പ്രവചിക്കുന്ന കാലത്ത് തന്നെ ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ഒരു മഹാപുരോഹിതനാണ് യോശുവ. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ കേട്ടതനുസരിച്ച് 29 വ്യത്യസ്ത യോശുവമാരെ കുറിച്ച് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. കാര്യം യോശുവ എന്നുള്ളതൊരു വളരെ കോമണായ ഒരു പേരായിരുന്നു. 29 യോശുവമാരെ കുറിച്ച് ബൈബിളിൽ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പർട്ടിക്കുലർ യോശുവ ജനത്തിന് ബാബേലിൽ നിന്നുള്ള വിടുതലിൻ്റെ കാലഘട്ടത്തോടുകൂടെ നിയമിതനായ മഹാപുരോഹിതനാണ്. അദ്ദേഹം മഹാപുരോഹിതൻ്റെ വസ്ത്രം ധരിക്കത്തില്ല. കാര്യം ദേവാലയം തനിക്കില്ല. തനിക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അന്നും ഇദ്ദേഹം മഹാപുരോഹിതനാണ്. ഓരോ കാലഘട്ടങ്ങളിലേക്ക് ഓരോ മഹാപുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുത്തു, വസ്ത്രം ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും. ഇതിൻ്റെ മറുവശം, വസ്ത്രം ധരിപ്പാൻ കഴിയുന്ന ഒരു സമയം യഹോവയുടെ ആലയത്തിലേക്ക് നിയമിക്കപ്പെട്ട വസ്ത്രങ്ങൾ ഇല്ലാതെ കയറിയാൽ ചത്തുവീഴും. അതാ പ്രമാണം. ഒന്നുകൂടെ ആവർത്തിക്കാം. വസ്ത്രം ധരിക്കേണ്ടതിന് അവസരമുള്ള ഇസ്രയേലിൽ സ്വാതന്ത്ര്യമുള്ള കാലഘട്ടത്തിൽ ദേവാലയം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്ത്രം അതുപോലെ ധരിക്കാതെ ദേവാലയത്തിൽ കയറിയാൽ മഹാപുരോഹിതൻ മരിച്ചു വീഴും. അതാണ് പ്രമാണം. അധികമധികം ദൈവം കൃപയിൽ ഉയർത്തുന്നതിനൊത്തവണ്ണം, സ്ഥാനങ്ങളിൽ ഉയർത്തുന്നതിനൊത്തവണ്ണം അധികമധികം ഉത്തരവാദിത്വവും കൂടെ അവരുടെ മേലുണ്ട്. സഭാജനങ്ങളിൽ 1-2 പേർ പാപം ചെയ്തു വന്നാൽ അത് മുഖേന ആ വ്യക്തികൾ ശിക്ഷിക്കപ്പെടും. പക്ഷേ അതൊന്നും മരണമല്ല. ചെറിയൊരു ശിക്ഷ അവരുടെ മേലുണ്ടാകും. അവരുടെ ശിക്ഷ അവരുടെ മേൽ അനുഭവപ്പെടുമ്പോൾ ഒരു യാഗം കഴിക്കാം. ഒരു അകൃത്യയാഗമോ പാപയാഗമോ കഴിച്ചാൽ തീരുന്നതേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഒരു സമാധാനയാഗം കഴിക്കാം. അതുകൊണ്ട് തീരുന്നതേ ഉള്ളൂ. അതിൽ കവിഞ്ഞ പ്രശ്നമില്ല. പുരോഹിതന്മാരിൽ ഒരുവനാണ് പാപിയായതെങ്കിൽ പെട്ടെന്ന് ആ സമാധാനയാഗങ്ങളും പാപയാഗങ്ങളും അകൃത്യയാഗങ്ങളും എല്ലാം കഴിച്ചേ പറ്റൂ. ഒരു യാഗം കൊണ്ടൊക്കത്തില്ല, പലതും കഴിച്ചേ പറ്റൂ. പക്ഷെ മഹാപുരോഹിതൻ്റെ കയ്യിൽ അതുപോലുള്ള എന്തെങ്കിലും ക്രമക്കേട് കണ്ടാൽ ഓൺ ദ സ്പോട്ട് മരിച്ചു വീഴും. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇതായിരുന്നു അന്നത്തെ കാലഘട്ടം. പക്ഷേ തേണ്ട ബാബേലിൻ്റെ അടിമത്വത്തിൽ കിടക്കുമ്പോൾ ആ ദേവാലയവുമില്ല, ആരാധനയുമില്ല, ആരാധിക്കാൻ ഇടവുമില്ല, വസ്ത്രം ധരിക്കാൻ ഒക്കത്തില്ല, വിശുദ്ധ വസ്ത്രവുമില്ല. പകരം കിട്ടിയതിലെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുക. ഇത് മാത്രമായിരുന്നു അന്നത്തെ സാധ്യത. ഇപ്പോൾ തൻ്റെ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കാണുക. യോശുവ മഹാപുരോഹിതൻ, എടോ തനിക്ക് വസ്ത്രമില്ലെങ്കിലും, യോശുവ അങ്ങയ്ക്ക് വസ്ത്രമില്ലെങ്കിലും, അങ്ങ് ആരും അംഗീകരിക്കുന്ന രീതിയിൽ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിലും, അങ്ങും ദൈവവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാൻ. ചിലർക്ക് എനിക്ക് പ്രകടിപ്പിക്കാൻ യാതൊരു മാർഗവുമില്ലെങ്കിലും ഞാനൊരു ദൈവവൈതലായതുകൊണ്ട് എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്ന ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളുണ്ട്. ഇതുപോലെയായിരുന്നു യോശുവ മഹാപുരോഹിതൻ. യോശുവ മഹാപുരോഹിതന് ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാനില്ലാഞ്ഞതുകൊണ്ട് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയായിരുന്നു. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണിച്ചു തന്നു. യഹോവയുടെ ദൂതൻ എന്ന് പഴയ നിയമത്തിൽ ഇതുപോലുള്ള ഭാഗങ്ങളിൽ പറയുന്നതൊക്കെയും യേശുക്രിസ്തുവിനെ കുറിക്കുന്ന ഒരു വെളിപ്പാടാണ്. യേശുക്രിസ്തുവിനെ പല രീതികളിൽ ആളുകൾക്ക് കാണാൻ കഴിയും. അവനവന് മനസ്സിലാകുന്ന രീതിയിലും തരത്തിലും യേശു ഓരോരുത്തരുടെ മുമ്പിൽ വെളിപ്പെടും. ഇതിനെ പഴയ നിയമകാലത്ത് എബ്രായ ഭാഷയിൽ തിയോഫനി എന്ന് വിളിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫോം അല്ല, ആക്ച്വൽ രൂപമല്ല. ഏതോ ഒന്ന് കണ്ടു ആ രൂപത്തിൽ, പക്ഷെ കാണുന്ന വ്യക്തിക്കറിയാം ഞാൻ കാണുന്നത് യേശുവിനെയാണ്. ഞാൻ ലോകം മൊത്തം എന്നെ ശ്രദ്ധിച്ചേക്കാം. എന്നാൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെക്കുറിച്ച് പറയാൻ പോവാ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ആ പഴയ സംഭവം ഓർമ്മയുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഏതാണ്ട് 10-30 അധികം വർഷങ്ങൾക്ക് പുറകിലാണ്. ആസ്മ രോഗത്താൽ വലഞ്ഞ് ശ്വാസം വലിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ പല രാത്രികളിലും ഉറങ്ങാതെ നിന്ന് ശ്വാസം വലിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ അന്ന് ചർച്ച വന്നു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഇവൻ്റെ ആസ്മ ഞാൻ സൗഖ്യമാക്കും, ഇവൻ ശ്വാസം വലിക്കും,
ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. കാര്യം അവിടെ വെച്ച് ഒരു രോഗസൗഖ്യം നടക്കുന്നത് ഞാൻ കണ്ടില്ല. എനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ എന്തു ചെയ്യും? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവ് നിന്നെ സൗഖ്യമാക്കും സഹോദര, പോയാട്ടെ എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ അദ്ദേഹം എൻ്റെ അടുക്ക വന്നു. എന്നോട് വന്നു വെച്ച് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ യേശു എനിക്ക് വെളിപ്പെട്ടു. യേശു എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. പാസ്റ്ററെ, ആ മിനിറ്റ് മുതൽ എനിക്ക് ഒട്ടും ആസ്മയില്ല. എൻ്റെ വലിവ് അങ്ങനെ പോയി. പക്ഷേ ഈ മനുഷ്യൻ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരാളല്ല. ഞാൻ അദ്ദേഹത്തോടൊരു ഡൗട്ട് ചോദിച്ചു. എനിക്ക് കിട്ടുന്ന ഓരോ അവസരവും പഠിക്കാനായി ഉപയോഗിക്കും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ, യേശുവിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഞാൻ യേശുവിനെ കാണുമ്പോൾ ഏതെങ്കിലും ഒരിടത്ത് വരച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപത്തോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ യേശുവിനെ മനസ്സിലാക്കുന്നത്. എൻ്റെ തിയോഫനി അതാ, അങ്ങനെ കണ്ടെങ്കിലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശുവിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഞാൻ മുഴു വിശദീകരണവും പറയത്തില്ല. എന്നോട് പറഞ്ഞു, ഒറ്റമുണ്ട് ഉടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ രൂപം ഒറ്റമുണ്ടുടുത്ത് എങ്ങും ആരും കാണിച്ചിട്ടില്ല. ഒറ്റമുണ്ട് ഉടുത്തിട്ടുണ്ട്. ഇന്ന ഡ്രസ് കോഡാണ്. അദ്ദേഹത്തിന് കംപ്ലീറ്റ് വിശദീകരിക്കാൻ കഴിയും. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ മതത്തിലെ ഒരു പ്രധാന നേതാവാണ്. ആ നേതാവിനെയാണ് ഈ മനുഷ്യൻ അങ്ങേയറ്റം ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്നത്. അങ്ങേരുടെ മതത്തിലെ ഒരു നേതാവാണ് ആ വെളിപ്പെട്ട രൂപം. പക്ഷേ രൂപം വെളിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് യേശുവാണ്. വെളിപ്പെട്ടേച്ച് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുകയാണ്. ആ മിനിറ്റ് കൊണ്ട് ആസ്മ കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ആസ്മയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ സംഭവം ഓർമ്മയുണ്ടോ? അതൊരു തിയോഫനിയാണ്. യേശുവിനെ മനസ്സിലാകുന്ന രൂപത്തിൽ, ഞാൻ പ്രതീക്ഷിക്കുന്ന രൂപത്തിലല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലല്ല ഞാൻ കാണുന്നത്. സ്വർഗത്തിലെ ദൈവത്തിനറിയാം എൻ്റെ അന്തരംഗത്തിൽ യേശുവിനെക്കുറിച്ചുള്ള ധാരണയ്ക്കൊത്തവണ്ണം എങ്ങനെ വെളിപ്പെട്ടാൽ എനിക്ക് മനസ്സിലാകും. ഞാനിവിടെ അവതരിപ്പിക്കുന്ന രൂപത്തിലായിരിക്കയില്ല നിങ്ങളിൽ ചിലർക്ക് വെളിപ്പെടുന്നത്. ഞാൻ ഇനിയും സഭയുടെ അറിവിന് വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരുടെയും അറിവിന് വേണ്ടി പറയുക, ചില സമയങ്ങളിൽ ഞാനിവിടെ ഒരു മെസ്സേജ് എടുക്കും. ഇന്നെടുക്കുന്ന മെസ്സേജ് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും മെസ്സേജ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ വാചകങ്ങൾ ഉപയോഗിക്കുമെന്നത് പ്രത്യേകിച്ചും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഞാൻ മിക്കവാറും ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ചിലർ പറയും, പാസ്റ്റർ അന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞില്ല. സത്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല. ഐ റിപ്പീറ്റ്, സത്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ആ വ്യക്തിയോട് ദൈവം ഇടപെട്ടതാണ്. ഞാൻ ഉച്ചരിക്കാത്ത ശബ്ദങ്ങൾ ചിലർ കേട്ടെന്ന് വരും. ഞാൻ പറയാത്ത പദങ്ങൾ ചിലർ കേട്ടെന്ന് വരും. അത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്. ദാറ്റ് ഈസ് തിയോഫനി. ഈ സഭയ്ക്ക് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട്, എനിക്ക് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ആളുകൾ കേട്ടിട്ടുണ്ട്. 1-2 വാക്കുകളായിരിക്കാം, പക്ഷെ ആ വാക്കുകൾ അവർക്ക് അതുപോലെ സഫലമായിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇന്നടത്ത് കൺവെൻഷൻ വന്നപ്പോൾ, ഇന്ന സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞെന്ന് വരാം, പക്ഷെ പറഞ്ഞതായി എനിക്ക് യാതൊരു ധാരണയുമില്ല. അദ്ദേഹത്തോട് ദൈവത്തിന് ഇടപെടണമായിരുന്നു. കാര്യം ആ മനസ്സ് ദൈവവുമായി ചോദിച്ചുകൊണ്ടിരിക്കുക. ദൈവം എന്നോട് ഇടപെടുമെന്നുള്ള ചിന്തയാണ്. ഇവിടെ ഈ സഖരിയ പ്രവാചകന്, അദ്ദേഹത്തിന് പ്രവചനമുണ്ടെന്നറിയാം. അംഗീകരിക്കാൻ ആരുമില്ല. അദ്ദേഹം ഒരു പുരോഹിതനും കൂടെയാണ്. അംഗീകരിക്കാൻ ആരുമില്ല. ദേവാലയമില്ല, ആരാധനയില്ല. തങ്ങൾ അടിമത്വത്തിൽ കഴിയുകയാണ് എന്ന ദൈവത്തെക്കുറിച്ചുള്ള പരമകാംക്ഷയിൽ ഇരിക്കുമ്പോൾ നിൽക്കുന്ന ഒറ്റ വെളിപ്പാട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. യഹോവയുടെ ദൂതൻ. അത് പഴയ നിയമത്തിൻ്റെ തിയോഫനിയാണ്. യേശുവിനെയാണ് പലപ്പോഴും യഹോവയുടെ ദൂതൻ എന്ന് പറയാറുള്ളത്. മുൾപ്പടർപ്പിൻ്റെ നടുവിൽ മോശയ്ക്ക് വെളിപ്പെട്ടത് ഇതേ യഹോവയുടെ ദൂതനാണ്. അവിടെയും ഇവിടെയും യഹോവയുടെ ദൂതൻ വെളിപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പലതും ദൈവിക തിയോഫനിയാണ്, യേശുവിൻ്റെ വെളിപ്പാടാണ്. അദ്ദേഹം കാണുകയാണ് മഹാപുരോഹിതനായ യോശുവ. അങ്ങേർക്ക് വസ്ത്രമില്ല, മഹാപുരോഹിത വസ്ത്രമില്ല, ഇതൊന്നുമില്ല. പക്ഷെ അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. വന്ന് നിൽക്കുക. അടുക്ക തന്നെ സാത്താനും വന്ന് നിൽപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം അത് നമ്മുടെ ചർച്ചയിൽ പ്രസംഗിച്ചതാ ഈ പ്രത്യേക ഭാഗം. ഇവിടെ വെച്ചായിരുന്നു, കഴിഞ്ഞ ലൊക്കേഷനിലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷത്തിനകമാണോ പറഞ്ഞത്, അതിന് മുമ്പെയാണോ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് ഉപയോഗിച്ച അതേ ഉദാഹരണം ഇന്നലെ രാത്രി പെട്ട കർത്താവിനെ ഓർപ്പിച്ചു. അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുക. മഹാപുരോഹിതനായ യോശുവ, ഞാൻ എൻ്റെ സ്ഥാനത്ത് നിൽക്കട്ടെ. മഹാപുരോഹിതനായ യോശുവ ഇവിടെ നിൽക്കുക. തൊട്ടരികിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. തിയോഫനി, യഹോവയുടെ ദൂതൻ ഇവിടെ നിൽക്കുകയാണ്.
അപ്പുറത്തൊരു കറുത്ത പുള്ളി ഇരിപ്പുണ്ട്, ഇവിടെ അടുത്ത് വന്ന് നിൽക്കുന്നത്, അവൻ അടുത്ത് നിൽക്കുക. യോബിൻ്റെ പുസ്തകത്തിൽ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോൾ സാത്താനും വന്നു എന്നൊന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞതുകൊണ്ട് എല്ലാം ദൈവമക്കളാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ദൈവത്തിൽ നിന്നാണ് എന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ദൈവത്തെങ്കിൽ നിന്നുള്ളതിനെ ഒരു കാലത്തും ഞാൻ വില കുറച്ച് കാണിക്കുകയല്ല. പക്ഷെങ്കിൽ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സാത്താൻ അരികെ വന്ന് നിൽപ്പുണ്ട്. അവൻ നിൽക്കുന്നത് കുറ്റം പറയാൻ. അവൻ നിൽക്കുന്നത് ഈ പ്രതികൂലത്തിൻ്റെ നടുവേ ഇവൻ ഇത്രയും പിടിച്ചു നിൽക്കുന്നല്ലോ, ഇത്രയും ഒക്കെ അടിമത്വത്തിലായിട്ടും ആലയമില്ലാത്ത കാലമായിട്ടും ഇന്നും ഇവൻ ദൈവത്തെ സേവിക്കുന്നല്ലോ എന്നൊന്നും പറയാൻ വന്നതല്ല. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് കുറ്റം പറയുവാനാ. യോബിൻ്റെ മുമ്പിലും അങ്ങനെ തന്നെ, യോബിൻ്റെ പുസ്തകത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ വന്നപ്പോൾ സാത്താനും വന്നു. പണ്ട് ഞാൻ പറഞ്ഞ ഒരു പദം എൻ്റെ ഓർമ്മയിലുണ്ട്. അത് മറ്റൊരു ദൈവദാസനിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്തതാണ്. ഹെബ്രിയേലിനും മീഖായേലിനും പോലും ഈ നിൽക്കുന്നത് സാത്താനെന്ന് മനസ്സിലായില്ല. മനസ്സിലായിരുന്നെങ്കിൽ മീഖായേൽ വാളെടുത്തേനെ, ഹെബ്രിയേൽ കുറഞ്ഞ പക്ഷം ശബ്ദം വെച്ചേനെ, ഓർഡർ അവിടെ നിന്നെങ്കിലും പറഞ്ഞേനെ. ഇവർക്ക് പോലും മനസ്സിലാകുന്നില്ല. ദൈവത്തിന് മാത്രം അറിയാം, ദൈവം വെളിപ്പെടുത്തുന്ന പ്രവാചകനും അറിയാം. പ്രവാചകൻ നോക്കുമ്പോൾ തൻ്റെ മഹാപുരോഹിതനായ യോശുവ വന്ന് നിൽക്കുന്നു. തൊട്ടടുക്കൽ യഹോവയുടെ ദൂതനുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. മാറി അരികിൽ തന്നെ, അരികിൽ തൊട്ടരികിലല്ല, അരികിൽ തന്നെ സാത്താനും വന്ന് നിൽപ്പുണ്ട്. അവൻ കുറ്റം പറയാൻ വേണ്ടി വന്നതാണ്. ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ യഹോവ അവൻ കുറ്റം പറഞ്ഞു കാണും. സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. വലത്തുഭാഗത്താണ്, ഇഞ്ഞപ്പുറത്തെ തിരുന്നോട്ടെ, തൻ്റെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലഭാഗം അത് തന്നെ ഇരിക്കട്ടെ. വലത്തുഭാഗത്ത് സാത്താനും നിൽക്കുന്നത് കണ്ടു. കുറ്റം പറഞ്ഞ് കാണും. യഹോവ സാത്താനോട് പറഞ്ഞു, സാത്താനെ, നീ ഇവനെക്കുറിച്ച് കുറ്റം പറയാനാണോ വന്നത്? അതെ, ഇവൻ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. സാത്താനെ, അതിന് പ്രതികളെ സാക്ഷികളെ കൊണ്ടൊന്ന് വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. കാണുന്ന നിനക്കും എനിക്കും കാണുന്ന സകലർക്കും അറിയാം ഇവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ നിൽക്കുന്നേ. മഹാപുരോഹിതനെ സംബന്ധിച്ചിടത്തോളം മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല. മഹാപുരോഹിതനെ സംബന്ധിച്ചിടത്തോളം യാഗരക്തവുമായിട്ട് മാത്രമേ എൻ്റെ അടുക്കൽ വരാവുള്ളൂ. തൻ്റെ യാഗരക്തം ഇല്ലാതെയാണ് ഇവൻ വന്നിരിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നീ പറയുന്നതെല്ലാം കറക്റ്റാ, നീ പറയുന്നതെല്ലാം കറക്റ്റാ. നമ്മൾ വായിച്ചത്, അതിന് ഒരു ന്യായീകരണത്തിനും കർത്താവ് തയ്യാറായില്ല. ലിവിങ് വൺ, ഒറ്റ ന്യായീകരണമുണ്ട്. മറ്റൊരു ന്യായീകരണത്തിനും തണ്ട് അവൻ്റെ വസ്ത്രം മുഷിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ലടാ, കീറിയതല്ല, കറ വരണ്ടിട്ടില്ലല്ലോടാ, ഇതൊന്നും പറയാൻ പോലും. നീ പറഞ്ഞത് ശരിയാ, നീ പറഞ്ഞത് ശരിയാ. ഇന്നിതിനകത്തിരിക്കുന്ന പലർക്കും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാം. സാത്താന് കുറ്റം പറയാൻ എൻ്റെ ഉണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുക. എന്നിട്ട് സാത്താൻ്റെ നേരെ തിരിഞ്ഞു. യേശു സാത്താൻ്റെ നേരെ തിരിഞ്ഞ് യേശു പറയുകയാണ്, സാത്താനെ, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ. ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഈ മഹാപുരോഹിതൻ ആരാന്നറിയാമോ? പ്രത്യേകിച്ചും മഹാപുരോഹിതന്മാരെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ ജനത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. സ്വർഗത്തിലെ ദൈവം ജനത്തെ കാണുമ്പോൾ വ്യക്തിത്വങ്ങളെ അല്ല കാണുന്നത്, പകരം ഒരു മഹാപുരോഹിതനിലൂടെയാണ്. പുതിയ നിയമസഭയിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങളിൽ സഭയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഓരോ സഭയ്ക്കുള്ള ദൂതനെയാണ് ദൈവം ഏൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ സഭയുടെ ചുമതലയിലിരിക്കുന്ന ആളിനെയാണ് ദൈവം ദൂതുകൾ ഏൽപ്പിക്കാറുള്ളത്. ദൈവം മഹാപുരോഹിതനിലൂടെയാണ് സഭയെ കാണുന്നത്. എൻ്റെ കർത്താവേ, ഇന്ന് ഇവിടുത്തെ ലീഡർഷിപ്പിലൂടെ ദൈവസഭയെ കാണണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കാണണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ലീഡർഷിപ്പ് അത് ഓർക്കുകയും വേണം. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ദൈവസഭയാണ്. ഓക്കെ, ഇസ്രയേലിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. താനായി ഒരു മറുപടി പറയാതെ യഹോവയുടെ അരികിൽ നിന്ന് വന്നിരിക്കുന്ന ദൂതൻ പിതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ നിൽക്കുന്ന മഹാപുരോഹിതൻ ആരാന്നറിയാമോ? ഇപ്പം ഞാൻ ആ മഹാപുരോഹിതൻ്റെ സ്ഥാനത്തിവിടെ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന മഹാപുരോഹിതൻ ആരാന്നറിയാമോ? അവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ്. 2 രൂപത്തിൽ ആളുകൾ ആ വാക്യത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒന്ന്, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി എന്ന് പറയുമ്പോൾ റെഡ് ഹോട്ട് ബ്രാൻഡ്, കത്തിക്കൊണ്ടിരിക്കുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെന്ന്. അല്ല അല്ല അല്ല, ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇവന് അടിമവാസത്തിൽ കിടക്കുന്ന ജനത്തിൻ്റെ പ്രതിനിധിയാണ്. അവൻ്റെ മേലുള്ള അടിമത്വത്തിൻ്റെ ഭാരം നിനക്കറിയാൻ വയ്യ.
അവൻ്റെ വസ്ത്രം മുഷിഞ്ഞു പോയതിൽ ഞാൻ അവനെ ശിക്ഷിക്കുന്നില്ല, അവൻ്റെ കുറ്റം ഞാൻ അവൻ്റെ മേൽ കണക്കിടുന്നില്ല. അതുകൊണ്ട് സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. അതൊരു നല്ല പ്രയോഗമാണ്. യേശുവിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ യഹോവയുടെ ദൂതന് വേണമെങ്കിൽ ഞാൻ നിന്നെ ഭത്സിക്കുന്നുവെന്ന് പറയാമായിരുന്നു. അത് പറയാതെ യഹോവ നിന്നെ ഭത്സിക്കുന്നു. ഒരു കോടതിയുടെ മുമ്പിൽ വിധിന്യായങ്ങൾ എഴുതുമ്പോൾ ആ ജഡ്ജിൻ്റെ പേര് വെക്കാതെ പകരം ഇന്ന കോടതി നിനക്ക് ഇന്ന ശിക്ഷ തന്നിരിക്കുന്നു എന്ന് പറയത്തേ ഉള്ളൂ. എഴുതുന്നത് ഈ ജഡ്ജാണ്, സൈൻ ചെയ്യുന്നത് ഈ ജഡ്ജാണ്, അന്തിമ തീരുമാനം ഈ ജഡ്ജിൻ്റെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേര് വിധിന്യായത്തിൽ ഉപയോഗിക്കാറില്ല. യഹോവ അല്ലെങ്കിൽ ഈ കോടതി എന്ന് മാത്രമേ പറയാറുള്ളൂ. യേശു ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് വ്യക്തിപരമായി പലതും ചെയ്യാമെങ്കിലും സർവശക്തനും പരമാധികാരിയുമായ ആ നിത്യനായ കോടതിയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് പറയുക, നിന്നെ ഭത്സിക്കുന്നു, നിനക്ക് പോകാം. അവിടെ യോശുവ രക്ഷപ്പെട്ടു. യോശുവ നിൽക്കുന്നത് അശുദ്ധ വസ്ത്രം ധരിച്ച, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദൈവത്തിൻ്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഒരളവിൽ നിൽക്കരുതാത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. കുറ്റം പറയാൻ സാത്താൻ അടുത്തു വന്നിട്ടുണ്ട്. ഇന്ന് നമ്മിൽ അനേകരെക്കുറിച്ചും കുറ്റം പറയുവാനായി സാത്താനുണ്ട്. അതിന് ചെവി കൊടുക്കാതെ യഹോവ ഇങ്ങനെ പറഞ്ഞു, പൊയ്ക്കോ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, നിനക്ക് പോകാം. അതിൻ്റെ അർത്ഥം എമ്മേവർഗീസ് രക്ഷപ്പെട്ടെന്നല്ല, ബാബേലിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ജനം രക്ഷപ്പെട്ടു എന്നല്ല. ചിലതും കൂടെ ദൈവത്തിന് ചെയ്യാനുണ്ട്. തുടർന്ന് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പതുക്കെ മാറാൻ പോകുകയാണ്. അടുത്ത ഭാഗത്തേക്ക് മാറുമ്പോൾ 2 പ്രത്യേക വിടുതലുകൾ ഇസ്രയേലിന് നടന്നുവെന്ന് മറക്കരുത്. ഇസ്രയേൽ ജാതിയായി 2 പ്രാവശ്യം അടിമത്വത്തിൽ പോയി. അവർ ഒരുപാട് പ്രാവശ്യം അടിമത്വത്തിൽ പോയിട്ടുണ്ട്. ഭാഗികമായി കുറച്ച് പേരെ ആ രാജാവ് പിടിച്ചുകൊണ്ടുപോയി, വേറെ കുറേ പേരെ ഈ രാജാവ് പിടിച്ചുകൊണ്ടുപോയി, 5000 പേരെ അവൻ കൊണ്ടുപോയി, 3000 പേരെ ഇവൻ കൊണ്ടുപോയി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ അടിമത്വത്തിൽ പോയിട്ടുണ്ടെങ്കിലും ജാതിയായി മുഴു ജാതിയും 2 പ്രാവശ്യം മാത്രമേ അടിമത്വത്തിൽ പോയിട്ടുള്ളൂ. ആ 2 പ്രാവശ്യവും ദൈവം അവരെ വിടുവിച്ചെടുക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് തൊടാൻ പോകുന്നത്, ദൈവജനം അനേക പ്രതിസന്ധികളിലൂടെ പോകുമെങ്കിലും വീണ്ടെടുക്കുന്ന ഒരു കരം കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം വീണ്ടെടുത്തിരിക്കും. ഞാൻ പറഞ്ഞ് 2025, 26 അന്നേരത്ത് പറയാം, ഉണ്ടെങ്കിൽ അന്നേരത്ത് പറയാം. 25 പ്രതിസന്ധികളുടെ സമയമായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വീണ്ടെടുപ്പില്ലാതെ പോകുമെന്നല്ല. ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കും, ദൈവം നമ്മെ വിടുവിച്ചിരിക്കും. പക്ഷെ അതിൻ്റെ കണ്ടീഷനുകൾ ക്ലിയർ ആകേണ്ടി വന്നേ മതിയാവും. ഒന്നാമത്തെ അവരുടെ വിടുതൽ നടന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ കാണാം. ദൈവം ഇസ്രയേൽ ജനത്തെ മിസ്രയീമിലേക്ക് അയച്ചു. 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമായിരിക്കാം. ഇസ്രയേൽ മക്കളെ, അതെ, 15-ന്റെ-13 വായിക്കാമോ? അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. നിൽക്കട്ടെ, ദണ്ടെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ ഒരു തെറ്റ് അബ്രഹാമിൻ്റെ എന്ന് വന്നു. പക്ഷെ ജാതിയായി അവർ ഒരു മിസ്റ്റേക്കും കാണിച്ചില്ല. ഞാൻ അബ്രഹാമിനെ ആ സാഹചര്യത്തിൽ ഒന്ന് എടുക്കട്ടെ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും, ഞാൻ നിനക്ക് വാഗ്ദത്ത ദേശം തരും, ആ സന്തതി വാഗ്ദത്ത ദേശം അവകാശമാക്കും. 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, 4 പ്രാവശ്യം പറഞ്ഞു, 10 പ്രാവശ്യം പറഞ്ഞു, 1 കൊല്ലം പറഞ്ഞു, 2 കൊല്ലം പറഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, 20 കൊല്ലം പറഞ്ഞു. പക്ഷെ പറയുന്നതല്ലാതെ കുഞ്ഞ് ജനിക്കുന്നുമില്ല, ദേശം കിട്ടുന്നുമില്ല. ഞാൻ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുകയാണ്. ഞാൻ പ്രവചനം കേൾക്കുന്നത് പോലെ അബ്രഹാം പ്രവചനം കേൾക്കുകയാണ്. പക്ഷെ ഞാൻ പ്രവചനം കേൾക്കുന്ന മാനുഷിക ശബ്ദത്തിലാണ്. അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ഡയറക്റ്റായിട്ട് ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം മനുഷ്യൻ പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെടുന്നതുണ്ട്. ദൈവശബ്ദം ഡയറക്റ്റ് കേട്ട അപൂർവ രംഗങ്ങളുണ്ട്. അത് ഒഴിച്ചാൽ ബാക്കി അധികവും കർത്താവ് ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ മുഖേന പറയുന്ന വാചകങ്ങളാണ്. പക്ഷെ അബ്രഹാമിനോട് പ്രവചിക്കാൻ വേണ്ടി ദൈവം ഒരു പ്രവാചകനെ അയച്ചില്ല. പകരം ദൈവം നേരിട്ടിറങ്ങുകയായിരുന്നു. പുത്രനും തമ്പുരാനല്ല, പിതാവായ ദൈവം. സ്തോത്രം. ഇന്ന് പിതാവായ ദൈവം നേരിട്ട് ആരോടും സംസാരിക്കുന്നില്ല. ഇന്ന് പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് സംസാരിപ്പിക്കുന്നത്. പക്ഷെ അന്ന് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഇൻട്രഡ്യൂസ് ചെയ്ത് ലോകത്തിന് കൊടുക്കുന്നതിന് മുന്നമേ പിതാവ് നേരിട്ട് ഇറങ്ങി വന്നാണ് അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ വാ, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നീ എന്നെ സേവിക്ക്, ഞാൻ നിന്നെ വളർത്തും, ഫ്രാത്ത് മുതൽ മഹാനദി വരെ നിനക്കങ്ങോട്ട് തരികയാ, ഞാൻ നിനക്ക് സന്തതിയെ തരും, കടൽക്കരയിലെ മണൽ പോലെ തരും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തരും, നിന്റെ സന്തതിക്ക് തുല്യൻ ആരും കാണുകയില്ല, അവനെ ജയിക്കാൻ ആരും കാണത്തില്ല. പ്രവചനം ആഫ്റ്റർ പ്രവചനം.
ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് തന്നെ സ്നേഹിക്കുന്നവരോട് പ്രവചിക്കും. എനിക്ക് തോന്നുന്നത് ബഥേൽ കേട്ടിട്ടുള്ളതുപോലെ പ്രവചനം കേട്ടിട്ടുള്ള സഭകൾ കുറവായിരിക്കാം. അതിൻ്റെ വൺ ഓഫ് ദ റീസൺസ് ദൈവം മാനിച്ച് എന്തോ ചിലതിന് വേണ്ടി തിരഞ്ഞെടുത്തവരാകയാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഞാൻ 100% വിശ്വസിക്കുന്നു. എന്തോ ചിലതിന് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാ. ആ തിരഞ്ഞെടുപ്പിൽ തമ്പുരാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയതാ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ആ പഴയ ഉപമ ഒന്നുകൂടെ പറയട്ടെ. മോശെ ദൈവം ഒരു ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിച്ചു. തൻ്റെ ജീവിതത്തിൽ ബലഹീനത വന്നു, തൻ്റെ ജീവിതത്തിൽ മിദ്യാനിലേക്ക് ഓടിപ്പോയി. ഇതെല്ലാം ആണെങ്കിലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തെ വേർതിരിക്കേണ്ടതിന് വേണ്ടി തിയോഫനി തേണ്ട മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് വെച്ച് പറയുകയാണ്, മോശെ ഞാൻ നിന്നെ പ്രത്യേകം വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. ഹാഗാറിനെ ഒരു ദിവസം ദൈവം വന്ന് കണ്ടു. അബ്രഹാമിൻ്റെ ഭാര്യയായി തീർന്ന ഹാഗാർ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോൾ യഹോവയുടെ ദൂതൻ വെളിപ്പെട്ട് വന്നിട്ട് പറഞ്ഞ, ഹാഗാറെ മടങ്ങി പാർക്കേണ്ടതിന് മടങ്ങിപ്പോ. അവളെ കറക്റ്റ് ചെയ്തു. രണ്ടാമതൊരു സാഹചര്യത്തിൽ അവൾ തകർച്ചയുടെ നടുവിൽ നിന്നു. കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ യഹോവയുടെ ദൂതൻ തിയോഫനി വീണ്ടും ഇറങ്ങി വന്നേച്ചു പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? അനുസരിച്ച മോളെ, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ തന്നെ നിന്റെ മുമ്പിൽ ഞാനൊരു ഉറവ തുറക്കാൻ പോകുകയാ. നിന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കത്തില്ല, അവനൊരു ജാതിയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവവൈതലേ, ഒന്നും സംഭവിക്കത്തില്ല. അവനൊരു ജാതിയാകും. ആമേൻ. അവനൊരു ജാതിയാകും. ദൈവഹിതപ്രകാരം അല്ലെങ്കിലും ഈ പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴി കൂടെ പോവുക. ദൈവഹിതപ്രകാരം അല്ലെങ്കിലും ദൈവമനുഷ്യനായ അബ്രഹാമിൻ്റെ ഹിതപ്രകാരം ജനിച്ച ഈ കുഞ്ഞുണ്ടല്ലോ, അവൻ നശിക്കാൻ ഞാൻ വിടത്തില്ല. അതിൻ്റെ അപ്പുറത്ത് നിന്നിൽ നിന്ന് ചിലത് വേണമായിരുന്നു. നിന്നെ സാറായിട്ട് തട്ടിയ സമയത്ത് മടങ്ങിപ്പോക, അടങ്ങിപ്പാർക്ക എന്ന് പറഞ്ഞപ്പോൾ നീ അത് സമ്മതിച്ചവളാണ്. എൻ്റെ വാക്കിന് കീഴടങ്ങി മടങ്ങിപ്പോയ അടങ്ങിപ്പാർത്ത ഹാഗറേ, നീ നിലവിളിക്കണ്ട, ഏവൻ വളരും. ദൈവസഭയെ ദൈവം വളർത്തും. ഇന്ന് പകൽ പ്രശ്നങ്ങളുടെ മുമ്പിലിരിക്കും ദൈവവൈതലേ, ദൈവം പരിഹരിക്കും. ഓക്കെ, ഈ ഉൽപ്പത്തി പുസ്തകം ഞാനിത് കംപ്ലീറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. എനിക്ക് ആരാധിക്കുന്ന ഭയങ്കര സന്തോഷമാണ്. ദൈവത്തിനാണ് സന്തോഷം, എനിക്കും അത് കാണുന്നത് സന്തോഷമാണ്. ഞാൻ സത്യമായും പറയാം, ആരംഭ സമയങ്ങളിൽ ഞാൻ പ്രചോദനം ഏറ്റെടുക്കുന്നത് ചുരുക്കം ചിലരുടെ മുഖത്തുള്ള സന്തോഷവും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ വലിപ്പവും കണ്ടുകൊണ്ടാണ്. കയ്യടി കേട്ടുകൊണ്ടല്ല, സ്തോത്രം പറയുന്നത് കേട്ടുകൊണ്ടല്ല. ഇന്ന് വരെ ആ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻപിലിരിക്കുന്ന ചിലരുടെ മുഖത്തുണ്ടാകുന്ന ആ വ്യത്യാസം, ചിലരുടെ മുഖത്ത് ദൈവതേജസ് പ്രതിബിംബിക്കുന്നത് ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പ്രാവശ്യം ഈ അടിമത്വത്തെക്കുറിച്ച് അബ്രഹാമിനോടാണ് പറഞ്ഞ് ജനം ചെയ്യുന്ന ഒരു തകരാറ് കൊണ്ടുമല്ല, പക്ഷെ നിന്റെ ജീവിതത്തിൽ ചെറിയ അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ട്. മറക്കണ്ട കേട്ടോ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ പറ്റി. വിശ്വാസികളുടെ പിതാവായി അബ്രഹാം പലതും ഇങ്ങോട്ട് തൊടുക. നമ്മളൊക്കെ അതിനേക്കാൾ താഴെ ഉള്ളൂ. ഒരു ബലഹീനത പറ്റിയത് കൊണ്ട് തമ്പുരാൻ കളഞ്ഞു ഒന്നുമില്ല. ഇപ്പം സാത്താനെ പറഞ്ഞ് വിട്ട ചരിത്രം ഞാൻ പറഞ്ഞു വരട്ടെ. അബ്രഹാമിനോട് പറഞ്ഞു, സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ടേച്ച് വരാൻ പുള്ളി വന്നില്ല. അപ്പനെയും കൂട്ടിയാ പോരുന്നേ. പ്രഷർ അബ്രഹാമിൻ്റെ മേലുണ്ടായിരുന്നു. അപ്പൻ പുറകെ ഇഞ്ഞു പോരുന്നതാണ്. എനിക്ക് തോന്നുന്നത് പാസ്റ്റർ എം പൗലോസിൻ്റെ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചപ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അപ്പൻ പുറകെ പോയൊരു ചരിത്രം അദ്ദേഹം പറയാറുണ്ട്. കേട്ടിട്ടുള്ളവരുടെ കൈയൊന്ന് കണ്ടോട്ടെ. സ്തോത്രം. ഒരു മൈനോറിറ്റിയെ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് പകരം, അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, അദ്ദേഹം പറഞ്ഞ കഥ ഞാൻ അതുപോലെ പറയാം. ഒരു ദിവസം അപ്പൻ അറിയാതെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ കർത്താവ് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് പാത്തിറങ്ങി. ഒളിച്ചോടി എന്നൊക്കെ ചിലർ പറയും, അതുപോലെ തന്നെ അദ്ദേഹം ഇറങ്ങി. ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിലത്തെ കഥയെ കൂടെ ആയിരിക്കും, ഡോറിൽ കൂടെ ആയിരിക്കും അകത്ത് കയറി നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്തതുകൊണ്ട് മേളിലത്തെ കമ്പിയെ പിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു കണ്ടക്ടർ വിളിക്കുന്നത്, തൻ്റെ ഇയാളുടെ ടിക്കറ്റും കൂടെ എടുക്കണം, ഇയാൾക്ക് എവിടെ പോകേണ്ടതെന്ന്. കാര്യം അപ്പൻ പുറകിലത്തെ കഥയിൽ കൂടെ കയറി. മോൻ പോകുന്നത് അപ്പൻ അറിഞ്ഞു. അപ്പനെ വിട്ടേച്ച് രാജസ്ഥാനിൽ പോവുക സുവിശേഷ വിലയ്ക്ക് വേണ്ടി. വിടത്തില്ല എന്ന് പറഞ്ഞ് അപ്പൻ പുറകിലത്തെ വാതിൽക്കെ കൂടെ കയറി അദ്ദേഹം വേറൊരു കമ്പിയെ പിടിച്ചു.
കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്ന് ചോദിച്ചു, എവിടെ പോകേണ്ട ടിക്കറ്റ് എന്ന് പറഞ്ഞ് അറിഞ്ഞുകൂടെ, മോൻ മുന്നേ നിൽപ്പുണ്ട്, അവനോട് ചോദിക്കാൻ പറഞ്ഞു. അണ്ട് ആ നിൽക്കുന്നവനാണ്, അവനാ ടിക്കറ്റ് എടുക്കുന്നത്, ഞാനല്ല. അതാ കണ്ടക്ടർ ഇവൻ്റെ അടുക്ക വന്ന് പറഞ്ഞത്. ഇയാളോട് പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ. പുള്ളി പറഞ്ഞു എനിക്കറിയുന്നോട്, ഞാൻ ടിക്കറ്റ് എടുക്കത്തില്ല, എൻ്റെ കൂടെ വരികയും വേണ്ട, അപ്പനോട് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പൻ വിടുകയില്ല. അപ്പൻ പറഞ്ഞ് എൻ്റെ മോനെ വിട്ടേച്ച് ഞാൻ പൊക്കത്തില്ല. അദ്ദേഹം ആ കമ്പിയെ മുറുകെ പിടിച്ചു. പാസ്റ്റർ എം പൗലോസ് പറഞ്ഞ വാചകം പറയാം, അപ്പൻ്റെ കൈവിരലുകൾ ഓരോന്ന് ആ കമ്പിയെന്ന് പറിച്ചെടുത്ത് ബസ്സെന്ന് പുറകോട്ട് തള്ളുന്നത് കണ്ടേച്ച് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോയി. അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, സ്വജനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച്. അബ്രഹാമിനും പ്രയാസമായിരുന്നു. അപ്പം പറഞ്ഞ് ഞാനിവിടെ നിൻ്റെ കൂടെ പോരുകടാന്ന് പറഞ്ഞു. സഹോദരൻ പറഞ്ഞ് ഞാനും പോരുക. അതുകൊണ്ട് ആ സഹോദര പുത്രനും ഒക്കെ വന്ന് എല്ലാം കൂടെ ഇറങ്ങി. ഞാൻ പോട്ടെ, നിന്നില്ല. അബ്രഹാമിൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ എടുക്കുന്ന സമയമായപ്പോൾ വാഗ്ദത്തം ദൈവമുടിയിൽ അബ്രഹാമിൻ്റെ പിതാവിനെ തൊട്ടു, അദ്ദേഹം മരിച്ചു. അബ്രഹാമിൻ്റെ സഹോദരനെ തൊട്ടു, അയാൾ മരിച്ചു. സഹോദരപുത്രനെ പറഞ്ഞു വിടേണ്ട സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തെ ലോത്തിനെ പറഞ്ഞു വിട്ടു. ഇതെല്ലാം കഴിഞ്ഞ ശേഷവും തൻ്റെ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കാൻ വന്നപ്പോൾ ദൈവം കരുതിക്കോളൂ എന്ന് പറയേണ്ടതിന് പകരം അബ്രഹാം പറഞ്ഞു, തിരിച്ചുപോയി എൻ്റെ പാരമ്പര്യത്തിൽ മോനെ, അവിടുന്ന് കിട്ടിയാൽ ഈ മൂക്കുത്തിയും വളയും ഒക്കെ ഉള്ളതിനെ കിട്ടുകയുള്ളൂ. ഇത് വിടാൻ നിന്നോട് പറഞ്ഞതാ. ഇവൻ തിരിച്ചുപോയി. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പല ബലഹീനതയുണ്ട്. ഏറ്റവും അവസാനം അബ്രഹാം വന്നു യാഗസമയത്തായി. യാഗമല്ല, അതൊരു നിയമത്തിന് വേണ്ടിയാണ്. പക്ഷികളെയും മൃഗങ്ങളെയും പിളർന്ന് നേർക്ക് നേരെ വെക്കാൻ പറഞ്ഞു. പ്രാവിനെ കൊണ്ടുവന്നു, പ്രാക്കളെ കൊണ്ടുവന്നു. പ്രാക്കളെ പിളർക്കാൻ ഒക്കത്തില്ല, രണ്ട് കഷണമാക്കാൻ ഒക്കത്തില്ല. ഇത് തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്, ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രാക്കൾ സഭയെ ചിത്രീകരിക്കുന്നതായതുകൊണ്ട് യാതൊരു യാഗത്തിലും അതിനെ രണ്ട് കഷണമാക്കാൻ പാടില്ല. പ്രാവിനെ നടുവെ പിളർന്ന് അതിൻ്റെ കുടലും അകത്തുള്ള അശുദ്ധ ഭാഗങ്ങളും, പഴയ നിയമത്തിൻ്റെ ഭാഷയിൽ കുടലും തീറ്റിയും അങ്ങനെ അതിനോട് ചേർന്ന അശുദ്ധ ഭാഗങ്ങളും എടുത്ത് കളഞ്ഞേച്ച് ഒറ്റ കഷണമായി മാത്രമേ പ്രാവിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ ഒക്കത്തുള്ളൂ. അത് സഭയെ കുറിക്കുന്നതാണ്. സഭയെ പൊളിക്കുന്നവന് അതൊത്തു, സഭയെ പൊട്ടിക്കുന്നവന് അതൊത്തു. അത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. അബ്രഹാം ക്ഷമിക്കപ്പെടാത്ത പാപത്തിൽ പോയില്ല, രണ്ട് കഷണമാക്കിയില്ല, പക്ഷെങ്കിൽ അതിനെ പിളർന്നേ ഇല്ല, അശുദ്ധിയോട്ട് എടുത്ത് കളഞ്ഞുമില്ല. ചില്ലറ അശുദ്ധി കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരിക്കാം. കാര്യം ഇപ്പുറത്തിരിക്കുന്നത് വലിയ പശുവാണ്. പശുവിനെ പിളർന്ന് അതിനകത്തെ അശുദ്ധി എടുത്ത് കളഞ്ഞു, രണ്ട് കഷണങ്ങളാക്കി. തേണ്ടേ ആ പശുവിനെ ആടിനെ ഒക്കെ പിളർന്നതുപോലെ ഇപ്പം പ്രാവിനെ എന്നെ പിളർക്കാനാ, ഇതിനധികം അശുദ്ധി ഇല്ലല്ലോ, ഒരു കുറച്ചേ ഉള്ളൂ എന്നും പറഞ്ഞ് വെച്ചതാ. തേണ്ട യഹോവയുടെ സാന്നിധ്യം വളരെ താമസിച്ച് യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വന്നേച്ച് അബ്രഹാമിനോട് പറയുന്ന പദമാണ്, നിന്റെ സന്തതി സ്വന്തമില്ലാത്ത ദേശത്ത്, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിനക്ക് തരും, ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ നിനക്ക് തന്നിരിക്കും, പക്ഷെ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അടിമത്വത്തിൽ പോകുകയും ഒരു 400 വർഷം അവിടെ അടിമകളായി കിടക്കുകയും ചെയ്യും. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നിന്റെ പലതിനും എനിക്ക് ചോദ്യം ചെയ്യാനുണ്ട്. രണ്ട്, നിനക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അമോര്യർ താമസിക്കുന്ന സ്ഥലമാണ്. അമോര്യർ അകൃത്യത്തിൽ ജീവിക്കുന്നവരാണ്. അവരെ ന്യായം വിധിക്കാറായില്ല, അകൃത്യം തികഞ്ഞിട്ട് ന്യായം വിധിക്കത്തുള്ളൂ. അപ്പനോടോ അമ്മയോടോ ഒരു വാക്ക് എതിർത്ത് പറഞ്ഞതുകൊണ്ട്, സഭയിൽ 4 പ്രാവശ്യം അനാവശ്യം കാണിച്ചതുകൊണ്ട്, ജീവിതത്തിൽ 10 പ്രാവശ്യം വഴി തെറ്റിയതുകൊണ്ട് അകൃത്യം തികഞ്ഞോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ഇനിയും അകൃത്യം തികഞ്ഞിട്ട് ഒന്നിച്ച് ശിക്ഷിക്കാനാണെങ്കിൽ അതുവരെയും തമ്പുരാൻ അവസരം തരും. ഇങ്ങനെ അമോര്യരുടെ അകൃത്യം തികഞ്ഞിട്ടില്ല, അത് തികഞ്ഞു വരണമെങ്കിൽ ഈ ജനം 400 വർഷം ഇപ്പുറത്ത് താമസിക്കണം. പിന്നെ നിൻ്റെ ആവശ്യത്തിന് മിസ്റ്റേക്ക് ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് നിൻ്റെ ജനത്തെ അടിമത്വത്തിലോട്ട് വിടുക. പറ, 400 വർഷം ഇവരെ ദൈവം അടിമത്വത്തിൽ വിട്ടു. അത് മിസ്രൈമില, ജാതിയായി ഒരു എക്സെപ്ഷനുമില്ല. 73 പേരാണ് മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. തിരിച്ചു പോരുമ്പോൾ 6 ലക്ഷമായി ദൈവം അവരെ വളർത്തി. വലിയ സമ്പത്തോടുകൂടി അവർ ഇറങ്ങിപ്പോരുക. ഒന്നാമത്തെ അടിമത്വം ജാതിയായി പോയത് ഈജിപ്തിലാണ്, മിസ്രൈമിലാണ്. അവിടുന്ന് ഇറങ്ങി വരുമ്പോഴത്തെ വിടുതൽ അത് ഭയങ്കര വിഷയമാണ്. ഇപ്പം എന്നോട് കഴിഞ്ഞ 2-3 ദിവസമായി ദൈവാത്മാവ് പിന്നെയും ആവർത്തിച്ച് പറയുകയാണ്, അവിടുന്നുള്ള വിടുതലുണ്ടല്ലോ ടോട്ടൽ. അവിടെ മോശ മിസ്രൈമി പറയുന്നൊരു പദമുണ്ട്, ഒരു കുളമ്പ് ഞങ്ങൾ മിച്ചം ചേർക്കത്തില്ല.
ഒരു കുളമ്പ് ഇവിടെ മിച്ചം കിടക്കത്തില്ല. എൻ്റെ ജനത്തെ മൊത്തം കൊണ്ടുപോകും, ആടുമാടുകളെ മൊത്തം കൊണ്ടുപോകും. ഒരൊറ്റ കുളമ്പ് പുറകെ ഞാൻ ഇടത്തില്ല. വിടുതൽ ടോട്ടലായിരിക്കും. അഥവാ ആരെങ്കിലും വരത്തില്ലെന്ന് പറഞ്ഞാൽ, അക്കാലത്തെ പ്രമാണങ്ങൾ മറക്കരുത്. ആരെങ്കിലും ഒരുത്തൻ മോശയുടെ കൽപ്പന കേട്ട് വരത്തില്ലെന്ന് പറഞ്ഞാൽ അവനെ തല്ലിക്കൊന്നു പൊക്കിക്കൊണ്ടുപോകും. അവനെ തല്ലിക്കൊന്നു പൊക്കിക്കൊണ്ടുപോകും. ഒരു കുളമ്പ് പുറകിലിടത്തില്ല. പ്രത്യാശയിൽ മരിച്ച ജോസഫ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അസ്ഥി വരെ മാന്തിക്കൊണ്ടുപോകും. എന്തുവാ ഇത്? ഒരു ടോട്ടൽ വിടുതല. വിശ്വാസത്തിൽ മരിച്ച, പ്രത്യാശയിൽ മരിച്ച ജോസഫിൻ്റെ ശവം കല്ലറ ഇവിടെ ഉണ്ട്. അത് തുറന്ന് അത് മാന്തി അസ്ഥി വരെ ഒരു ശവപ്പെട്ടിക്കകത്താക്കി ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. വിടുതൽ ടോട്ടലാ. നിയമം സ്ട്രിക്റ്റാ. അഭിഷേകം ശക്തമാ. യഹോവയായ ദൈവം തേണ്ട പർവ്വതത്തിന്റെ മുകളിലോട്ട് ഇറങ്ങി വന്ന് മോശെ ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, വാ മോശെ, നീ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഞാൻ നിന്നെ അയക്കുക. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ മാവോടുകൂടെ ഞാൻ കാണും. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ചില മോശമാർ എഴുന്നേറ്റേ മതിയാകൂ. ഒരു ടോട്ടൽ വിടുതലിന് വേണ്ടി ചില മോശമാർ എഴുന്നേറ്റേ മതിയാകൂ. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിനക്ക് വായായി ഞാൻ വേറൊരു അഹരോനെ തരും, പക്ഷേ നീ എൻ്റെ വായ. നിനക്ക് വായായി ഞാൻ ഒരു അഹരോനെ കൂടെ തരും, പക്ഷേ ജനത്തെ വിടുവിക്കേണ്ടതിന് ശക്തിയേറിയ അഭിഷേകം വാക്കുകളിലൂടെ പുറത്തു വരുവാൻ. വിൽക്കുന്ന നാക്കാരിക്കാൻ കുഴപ്പമില്ല മോശേ, ബലഹീനത എനിക്ക് മനസ്സിലാകും. അപ്പുറത്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനെ മാറ്റി നിർത്തി. രക്ഷിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്, മാറ്റി നിർത്തിയെന്നേ ആയുള്ളൂ, അത് കൂടുതലായില്ല. ഒന്നാമത്തെ വിടുതൽ 100% ആയിരുന്നു. കാരണം മോശയുടെ മേലുള്ള അഭിഷേകവും നിശ്ചയമായും ദൈവത്തിൻ്റെ പദ്ധതിയും അന്നത്തെ സ്ട്രിക്റ്റ് റൂളിങ്ങും ഒക്കെ ആയിരുന്നു. ഇന്ന് പകൽ കർത്താവെ, സ്ട്രിക്റ്റായി ദൈവസന്നിധിയിൽ വരുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർക്കായി സ്തോത്രം. രണ്ടാമത്തെ പ്രാവശ്യം ജനം അടിമത്വത്തിലായി. അത് യെരമ്യ പ്രവാചകൻ മുഖേന ദൈവം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, പല പ്രാവശ്യം ഭാഗികമായി ഇവർ അടിമത്വത്തിലായിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ ജനം പൂർണ്ണമായി അടിമത്വത്തിലാകുന്നത്. യെരമ്യ പ്രവാചകൻ മുഖേന പ്രവചിക്കാൻ തുടങ്ങി, നിങ്ങൾ പാപം ചെയ്താൽ ഞാൻ നിന്നെ ജാതികൾക്ക് വിൽക്കും. ആദ്യമേ ദൈവം മോശ മുഖേന കൽപ്പന കൊടുക്കുന്ന സമയം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുസരിക്കാതെ പോയാൽ നമ്പർ 1 ഞാൻ അപ്പമെന്ന് കോലൊടിക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ആഹാരം കിട്ടാതാകും. ഞാൻ നിങ്ങൾക്ക് വെള്ളം മുട്ടിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ഇല്ലാതെയാകും. ഭക്ഷ്യ പ്രശ്നവും വെള്ളത്തിൻ്റെ പ്രശ്നവും നിങ്ങൾക്കുണ്ടാകും. മര്യാദയ്ക്ക് മാനസാന്തരപ്പെടുന്നെങ്കിൽ നിങ്ങൾ മിടുക്കരാ. മാനസപ്പെടാന്തരപ്പെടാതെ വന്നാൽ ഞാൻ പകർച്ചവ്യാധികളെ അയക്കും. തൻ്റെ കൊറോണയൊക്കെ വന്നതൊക്കെ അന്ന് ഞാനിതൊന്ന് തൊട്ടതാ. തേണ്ട ഞാൻ നിങ്ങൾക്ക് ഇടയിൽ പകർച്ചവ്യാധികളെ അയക്കും. ഞാൻ കാട്ടുമൃഗങ്ങളെ അയക്കും. ഇന്ന് കേരളത്തിലൊക്കെ പന്നി കയറി വീടുകൾ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. ഞാൻ കാട്ടുമൃഗങ്ങളെ അയക്കും. ഇതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടാതെ വന്നാൽ ഞാൻ ജാതി രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കും. നിങ്ങളെ അവർക്ക് വിൽക്കും. നിങ്ങളെ അടിമകളാക്കും. അതെല്ലാം സംഭവിച്ചു. യെരമ്യാവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ അടിമത്വത്തിൽ പോകും, നിങ്ങൾ അടിമത്വത്തിൽ പോകും, നിങ്ങൾ അടിമത്വത്തിൽ പോകും. അത് വരാതിരിക്കുവാൻ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. അന്നത്തെ എതിർ നേതാക്കന്മാർ ഇന്ന് നമ്മളെക്കുറിച്ച് പറയുന്നത് പോലെ അവിഖ്യാതികൾ പറഞ്ഞുണ്ടാക്കി. മോശയെക്കുറിച്ച് പോലും പറഞ്ഞതാ, മറക്കണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ജനം പിടിക്കപ്പെട്ടു, അടിമത്വത്തിൽ പോയി. യെരമ്യ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചാലും, ഇത് ആരെ കൊണ്ടെങ്കിലും വായിപ്പിക്കണമല്ലോ എന്നുള്ളത് കൊണ്ടല്ല, വായിക്കണം, അത് വായിച്ച് കേൾക്കണം. അതുകൊണ്ടാണ് യെരമ്യാവ് 40-ന്റെ 2 മുതൽ 5 വരെ. എന്നാൽ അകമ്പടി നായകൻ യിരെമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവന്റെ വാക്ക് കേൾക്കാതിരുന്നത് കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ, നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിലേക്ക് പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരണ്ട. ഇതാ, ദേശമൊക്കെയും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടവും യോഗ്യവുമായും തോന്നുന്ന ഇടത്തേക്ക് പൊയ്ക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ഷാഫാന്റെ മകനായ അഫിക്യാമിന്റെ മകൻ ഗെദല്യാവിന്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യേ പാർക്ക. നിൽക്കട്ടെ, ഈ ജനം അടിമത്വത്തിൽ പോയി.
അടിമത്തത്തിലേക്ക് നിങ്ങൾ പോകും, യുദ്ധത്തിൽ തോറ്റുപോകും, നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്നൊക്കെ യിരെമ്യാവ് പ്രവചിച്ചു പറഞ്ഞു. അന്നത്തെ ഇസ്രയേലിലെ അനുസരണം കെട്ട രാജാക്കന്മാർ യിരെമ്യാവിനെ പിടിച്ച് ചങ്ങലയിട്ടു. ഞങ്ങളോട് ഞങ്ങളുടെ ഹിതത്തിന് വിരോധമായി പറയരുത്. ഇന്നും ശുശ്രൂഷകന്മാരെ ചങ്ങലയിടുന്ന ഒരു വൻശക്തി ഉണ്ടെന്ന് മറക്കരുത്. യിരെമ്യാവെ ചങ്ങലയിട്ടു, അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചു. ഒടുവിൽ പറഞ്ഞു, ഇവന് കഷ്ടത്തിൻ്റെ ദുഃഖത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും അപ്പവും വെള്ളവും കൊടുത്തിവനെ പോഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിറച്ചാഹാരം കൊടുക്കരുത്, ദാഹം തീരെ കുടിക്കാൻ വെള്ളം കൊടുക്കരുത്, ചത്തുപോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞെരുക്കത്തിൻ്റെ അപ്പം, അതാ കറക്റ്റ് പദം, അതാ ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊടുത്ത് അല്പാൽപ്പം മാത്രം ആഹാരം കൊടുത്ത് ഇവനെ ഇവിടെ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞ് യിരെമ്യാവിനെ പിടിച്ചു കെട്ടി കാവൽപ്പുരമുറ്റത്ത് ഗാർഡ് റൂമിൽ കൊണ്ടയാക്കി, ജയിലിൽ കൊണ്ടയാക്കി. പക്ഷെ രാജാക്കന്മാർ തോറ്റു. ജനം അടിമത്വത്തിൽ പോയി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ തേണ്ടേ ബാബേലിലേക്ക് എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ നേരത്ത് അവരുടെ അകമ്പടി നായകൻ യിരെമ്യാവെ കൊണ്ടുവന്നു. അവൻ്റെ കെട്ടഴിച്ച് കെട്ട് അവിടുന്ന് അഴിച്ച് കൈകൾ കെട്ടിയിരിക്കുകയാണ്. ആ കൈകൾ കെട്ടിയ സാഹചര്യത്തിൽ തൻ്റെ ഭരണാധികാരിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ജാതീയ ഭരണാധികാരിയാണ്. അദ്ദേഹം പറഞ്ഞു, യിരെമ്യാവേ, നിന്റെ കുറ്റമൊന്നും അല്ലടാ, നിന്റെ കുറ്റമൊന്നും അല്ല. നിന്റെ രാജാക്കന്മാർ നിന്നെ പിടിച്ചു കെട്ടിയത് നിന്റെ കുറ്റം കൊണ്ടൊന്നും അല്ല. നിന്നോട് യഹോവ അരുളി ചെയ്തു. ഞങ്ങളല്ല യഹോവയെ അറിയേണ്ടിയിരുന്നത്, നിന്റെ രാജാവാണ്. അവൻ അറിഞ്ഞില്ല. എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ട്, യഹോവയോട് നിന്റെ ജനം പാപം ചെയ്തു. ആകയാൽ നിന്നെ പിടിച്ചു കെട്ടി ഞാൻ ഇന്ന് നിന്നെ ചങ്ങല വെട്ടി നിന്നെ സ്വതന്ത്രനാക്കാൻ പോകുകയാ. കഴിഞ്ഞ തിങ്കളാഴ്ച പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട വാക്യമാണ്. ഞാൻ നിന്റെ ചങ്ങല വെട്ടി നിന്നെ സ്വതന്ത്രമാക്കാൻ പോകുകയാ. നിനക്ക് എൻ്റെ കൂടെ ബാബേലിൽ വരാൻ താല്പര്യമാണെങ്കിൽ വരാം യിരെമ്യാവേ. നിനക്ക് എൻ്റെ കൂടെ ബാബേലിൽ വരാൻ താല്പര്യം അല്ലെങ്കിൽ ദേശം നിൻ്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളതിലേ പൊയ്ക്കൂ. ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളതിലേ പോക്കൂ. നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ദേശം ഭരിക്കേണ്ടതിന് വേണ്ടി ബാബേൽ രാജാവ് ഒരു നാട്ടുരാജാവിനെ ആക്കിയിട്ടുണ്ട്. ഞാൻ അവനെ പരിചയപ്പെടുത്താം, വേണ്ട സകലതും നിനക്ക് തരും. നിനക്ക് ഞാനൊരു ഭാവി തരികയാ. കഴിഞ്ഞ തിങ്കളാഴ്ച പലതിനെക്കുറിച്ച് ഒത്തിരി വ്യാകുലപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട് തുടങ്ങിയ വാക്യമാണിത്. ഞാൻ നാശത്തിൻ്റെ നടുവിൽ, അടിമത്വത്തിൻ്റെ നടുവിൽ ജനം വെളിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ചിലതിനെ വിടുവിച്ചിരിക്കും, ചിലതിനെ സഹായിച്ചിരിക്കും. ദൈവപ്രമാണത്തിൽ പോകുന്നതിനെ ഞാൻ സഹായിച്ചിരിക്കും. ഞാൻ ആ രാജാവുമായി നിന്നെ പരിചയപ്പെടുത്താം, നാടുവാഴിയുമായി പരിചയപ്പെടുത്താം. അങ്ങനെ അതും സമ്മതിച്ചില്ല. നമ്മൾ വാക്യം വായിച്ചില്ല, താവോട്ട് വായിച്ചാൽ കിട്ടും. അങ്ങനെ ഒന്ന് ഒടുവിൽ അകമ്പടി നായകൻ തേണ്ട യിരെമ്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യിരെമ്യാവേ, വഴിച്ചെലവിൻ്റെ കാശ് വെച്ചൂടാ, ഞാൻ നിന്നെ അനാഥനായി വിടുന്നില്ല, വഴിച്ചെലവിൻ്റെ കാശ് വെച്ചോ. നീ ഒരു ദൈവ പൈതലാ, നിന്റെ പ്രവചനങ്ങൾ ദൈവം അതുപോലെ നിവർത്തിച്ചു. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കുകയാ. പ്രതിസന്ധിയുടെ നടുവിൽ ചിലതിനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതുപോലെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവം തീരുമാനിച്ചൊരു സമയമാണ് ബാബേലിൽ നിന്നുള്ള വിടുതൽ. ബാബേലിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് പറയുന്നത് അത് കംപ്ലീറ്റ് ആയില്ല. കാരണം മോശയുടെ കാലത്ത് മോശയുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ഗൗരവം മോശ പറഞ്ഞത് ഒരൊറ്റ കുളമ്പ് പുറകിലിടാതെ എന്നോട് ദൈവം കൽപ്പിച്ചതുപോലെ ഞാൻ സകലതിനെയും കൊണ്ടുപോകും. ജനം പാപം ചെയ്തത് കൊണ്ടല്ല ഇവിടെ വന്നത്. പിതാവിൻ്റെ ചില കാരണങ്ങളും ദൈവത്തിൻ്റെ കാരണങ്ങളുമായി ഞങ്ങളെ വളർത്താൻ വേണ്ടി ദൈവം ഇവിടെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ വളർന്നു പോകുക. പക്ഷേ ബാബേലിൽ നിന്ന് വരുമ്പോൾ നിങ്ങളെല്ലാവരും പോരാനല്ല പറഞ്ഞത്. അവിടെ ഒരു പ്രഖ്യാപനം നടന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് സ്വന്തം ദേശത്തേക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ. യഹോവയുടെ ആലയം പണിയണമെങ്കിൽ പൊയ്ക്കോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടെ ബാബേലിൽ തന്നെ ചത്തോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ബാബേൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ശക്തമായ, മോശയെപ്പോലെ ശക്തമായ അഭിഷേകമുള്ള ഒരാളില്ലായിരുന്നു. ഇന്ന് രാവിലെ ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് അന്നൊരു മെസ്സേജ് എനിക്ക് കിട്ടി. അതും ദുഃഖകരമായ ഒന്നാണ്. അതിനകത്ത് 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചലഞ്ചാ, എൻ്റെ മോശമാരെവിടെ?
ജനത്തെ ഒരുമിച്ച് വിടുവിച്ചെടുക്കണമെങ്കിൽ ഭാരതം 2025 നേരിടുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവം ഒരു വിടുതൽ ജനത്തിന് കൊടുക്കണമെങ്കിൽ എവിടെ വേർപെട്ട ഇസ്രായേൽ, എവിടെ എൻ്റെ മോശമാർ? ഇതിനകത്ത് കേൾക്കുന്ന ദൈവ പൈതലേ, ചില മോശമാർ ഇതിനകത്തൊന്ന് എഴുന്നേൽക്കുമോ? ചില മോശമാർ ഇതിനകത്തൊന്ന് എഴുന്നേൽക്കുമോ? ശത്രുവിനെ നേരെ നിർത്തുവാൻ, വിരൽ ചൂണ്ടി ശാസിക്കുവാൻ. ഇന്ന് രാവിലെ ഇതിനകത്തുള്ള ഒരു ദൈവദാസൻ എന്നോട് ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ ലോകത്തെ അടക്കി വാഴുവാൻ, ഭൂമിയെ ചുറ്റുവട്ടങ്ങളെ അടക്കി വാഴുവാൻ സ്വർഗം മനുഷ്യനെ ആക്കിയെങ്കിൽ അവൻ്റെ ബുദ്ധിയെ കെട്ടുന്ന ഒരുപാട് സംവിധാന ക്രമങ്ങളുണ്ട്. ഇന്ന് പകൽ ചിലർക്ക് പറയാൻ കഴിയും, ഇല്ല കർത്താവേ, അത് എൻ്റെ ജീവിതത്തെ കെട്ടത്തില്ല. എൻ്റെ ജീവിതത്തെ അത് നശിപ്പിക്കാതെ ചിലത് ചെയ്തെടുക്കുവാൻ, ചില ശക്തികളെ വിരൽ ചൂണ്ടി ശാസിക്കുവാൻ. എവിടെ എൻ്റെ ജനം, എവിടെ എൻ്റെ മോശമാർ? ചിലതിനെ ശാസിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കണം, എങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഓൾ റൈറ്റ്. ഇനിയും ശത്രു തൻ്റെ സാത്താൻ അരികിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. നമ്മൾ അവിടുന്ന് മാറിയില്ല, സാത്താൻ അരികിൽ വന്ന് നിൽക്കുക. സാത്താൻ എന്ന് തിരുവചനത്തിൽ പറയുമ്പോൾ എതിരാളി എന്ന ആശയമാണ് അതിന് ഒന്നാമത്തേത്. എതിരാളി, ദൈവത്തിൻ്റെ എതിരാളി, അതാണ് സാത്താൻ. വളർന്ന് 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 വന്നാൽ ആൻറ്റി ക്രൈസ്റ്റ് വരെ എത്തും. ഈ എതിരാളി എന്നുള്ളത്, സാത്താൻ എന്നുള്ള പദം, അതിൻ്റെ ഒരുപാട് വിശദീകരണങ്ങളിലൂടെ പോയാൽ ഒടുവിൽ ആൻറ്റി ക്രൈസ്റ്റ് വരെ എത്തും. അതിൻ്റെ ബേസിക്കലായുള്ള ആശയങ്ങളിൽ ചിലത് കർത്താവായ യേശുവിൻ്റെ വാഗൊണ്ട് പറഞ്ഞത്. യോഹന്നാൻ 8:44 വായിക്കണ്ട. കർത്താവായ യേശുവിൻ്റെ വാഗൊണ്ട് പറഞ്ഞത്, അവൻ ആദ്യം മുതൽ കൊലപാതകനാണ്. ദൈവത്തിനോട് എതിർക്കുന്നവൻ കുലപാതകനായിരിക്കും. അവൻ ആദ്യം മുതൽ കുലപാതകനാണ്. സാത്താനെ കുറിച്ച് യേശു പറഞ്ഞതാ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവൻ പരീക്ഷകനാ. പരീക്ഷിക്കുന്നതൊക്കെ ഭയങ്കരമാ. വാക്യം പറഞ്ഞാ പരീക്ഷിക്കുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ കല്ലപ്പമാകാൻ പറ. നീ മന്ദിരത്തിൻ്റെ മുകളിൽ നിന്ന് ഉയർന്ന സ്ഥലത്തും താവോട്ട് ചാട്. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ കരുതിക്കോളാൻ ദൂതൻ ഉണ്ടാകും. എത്ര വാക്യമാണെന്നറിയാമോ ചെകുത്താൻ അറിയാവുന്നത്? വാക്യം പറഞ്ഞ് പരീക്ഷിക്കുന്ന, വിശപ്പ് മുതലെടുത്ത് പരീക്ഷിക്കുന്ന, നിന്റെ ആവശ്യം മുതലെടുത്ത് പരീക്ഷിക്കുന്ന പരീക്ഷകനാണ്. വല്ലാത്ത വെട്ടിൽ കൊണ്ട് ഇട്ട ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പരീക്ഷിക്കുന്ന പരീക്ഷകനാണ്. വെളിപ്പാട് പുസ്തകം 12:10 ഇവൻ അപവാദിയാണ്. അന്ന് ഇന്നും ദൈവമക്കറിയാം, അപവാദത്തിൻ്റെ ചിഹ്നങ്ങൾ കാണുമ്പോൾ, അപവാദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയൂ, ഇത് പരിശുദ്ധാത്മാവല്ല. ഞാൻ പറഞ്ഞില്ല, പ്രൈസലോടും സ്തോത്രവും ഒക്കെ പറഞ്ഞാലും ഇത് ദൈവത്തിങ്കലും അല്ല, ഇതൊരു അശുദ്ധ ശക്തിയാണ്. അതെ, 2 കൊരിന്ത്യർ 11:14 ഇവൻ വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്നവനാണ്. ആക്ടറാണ് ഇവൻ, കപടഭക്തനാണ് ഇവൻ. ഈ കാണിക്കുന്നത് മുഴുവനും ഒരു ആക്ടാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യമല്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് സാത്താൻ. ഏറ്റവും ഒടുവിൽ അവൻ വളർന്ന് വളർന്ന് എതിർ ക്രിസ്തുവായി വരും. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നതിനെ വിളിക്കും. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ സാത്താൻ അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് യോശുവ അതേണ്ട മുഷിഞ്ഞ വസ്ത്രവുമായിട്ട്, സക്കറിയ 1:3, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഒരു ന്യായീകരണത്തിനും റൈറ്റില്ല. ഐ ആം കോട്ട് ഓൺ എ റോങ് ഫുട്ട്, ഐ ആം കോട്ട് ഓൺ എ റോങ് ഫുട്ട്. എന്നെ പിടിച്ചു. എൻ്റെ കയ്യിൽ മോഷണത്തൊണ്ടി ഉൾപ്പെടെ എന്നെ പിടിച്ചു. യോശുവയുടെ കഴിവിനപ്പുറത്തായിരുന്നു വിലയേറിയ വസ്ത്രം ധരിക്കുന്നത്. ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിലുണ്ടായിരുന്ന സമയത്ത്, യേശു ക്രിസ്തു ഈ മണ്ണിൽ അക്ഷരീകമായി നടന്നിരുന്ന ആ സമയത്ത്, ജഡത്തിൽ സഞ്ചരിച്ച അക്കാലത്ത് യെരുശലേം ദേവാലയം ഉണ്ടെങ്കിലും അവിടെ പലതും ഇല്ലായിരുന്നു. അവിടെ പല യാഗങ്ങളും ഇല്ലായിരുന്നു. വർഷം തോറും 5 പ്രാവശ്യം ഒരുമിച്ച് കൂടി യാഗം കഴിക്കണമെന്നുള്ള പ്രമാണത്തെ റോമൻ ഗവൺമെൻറ് അങ്ങ് ക്യാൻസൽ ചെയ്തു. കരിവന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു രക്തരൂക്ഷിത വിപ്ലവത്തിലൂടെ ഇസ്രയേലിന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടന കാരണം നിങ്ങൾക്കിനി യാഗവും വേണ്ട, ഇവിടെ കൂട്ടുകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നിർത്തി. വീണ്ടും മഹാപുരോഹിതന്മാർ ചെന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ചുരുക്കം ചില യാഗങ്ങൾ മാത്രം നടത്തിക്കൊള്ളാൻ അനുവാദം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. എല്ലാ യാഗങ്ങളും ഇല്ല, കുറച്ചു മാത്രം നടത്തുവാൻ അനുവാദം ലഭിച്ച ഒരു സാഹചര്യം. തേണ്ട ഇവിടെ വന്നപ്പോൾ അതുമില്ല. കംപ്ലീറ്റ്ലി മുഷിഞ്ഞ വസ്ത്രമായി, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. മുഷിഞ്ഞ വസ്ത്രത്തെക്കുറിച്ച് യെശയ്യാ 64:6 പറയുന്നത്, ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാണ്.
എൻ്റെ സകല നീതിപ്രവർത്തികളും കൂടെ ഒരുമിച്ച് കൂട്ടിയാലും ദൈവസന്നിധിയിൽ വരുമ്പോൾ അത് കറവരണ്ട തുണിയാണ്. ഇതിനകത്തിരിക്കുന്ന പ്രായമുള്ളവർക്ക് മാത്രം മനസ്സിലാകും, മറ്റാർക്കും, അതും കേരളത്തിൽ വളർന്ന പ്രായമുള്ളവർക്ക് മാത്രം മനസ്സിലാകും. നിങ്ങളുടെ സീനിയർ സിറ്റിസൻസിൻ്റെ ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടി പാസ്റ്റർ വി എ തോമസ് സാർ പറഞ്ഞിരുന്ന ഒരു ഉദാഹരണം കൂടെ പറയാം. അദ്ദേഹം പറയുമായിരുന്നു, ചമ്പമ്പാക്കുകാരൻ്റെ ചേളാവ് പോലെ. അത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല, വളരെ ചുരുക്കം പേർക്കാരെ ഞാൻ പറഞ്ഞില്ല. സീനിയർ സിറ്റിസൻസിനെ ഒരു പോയിന്റ്. ചമ്പമ്പാക്ക് കച്ചവടക്കാരെന്ന് പറയുന്ന ഒരു കൂട്ടം കച്ചവടക്കാരുണ്ടായിരുന്നു. ഇവർക്ക് ചേളാകെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിനകത്താ പാക്ക് കെട്ടി തൂക്കുന്നത്. പക്ഷേ അതിലോട്ട് നോക്കിയാൽ ഭൂമിയിലുള്ള എല്ലാ കറയും അതിലുണ്ട്, അതിലില്ലാത്ത കറയില്ല. കശാപ്പുകാരൻ്റെ വസ്ത്രമെന്ന് പറഞ്ഞാലും അത് ശരിയാകുകയില്ല. ചമ്പമ്പാക്കുകാരൻ്റെ ചേളാവ് പോലെ മൊത്തം കറ പിടിച്ചിരിക്കും. എൻ്റെ സകല നീതിപ്രവൃത്തിയും കൂടെ ദൈവസനത്തിലോട്ട് എടുത്ത് കുടഞ്ഞിട്ടാൽ ഇയാൾ ദണ്ട മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുക. ദൈവത്തിന് ശിക്ഷിച്ചേ പറ്റൂ, ദൈവത്തിന് ശിക്ഷിച്ചേ പറ്റൂ. ഇവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ വരരുതാത്തതാ വന്ന് നിൽക്കുക. പക്ഷേ ദൈവം പെട്ടെന്ന് ആലയം പണിക്ക് വരേണ്ടവരെ ഒരുമിച്ച് ചേർക്കാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ആലയത്തിൽ അത് നശിച്ച് കിടക്കുക, യെരുശലേം മുഴുവനും പാഴും ശൂന്യവുമായി കിടക്കുക. അതിൻ്റെ മതിലുകൾ ഇടിച്ചു കളഞ്ഞു, അതിൻ്റെ കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞു, ആലയം തീ വെച്ച് ചുട്ടുകളഞ്ഞു. സകലതും ശൂന്യമായി കിടക്കുന്ന സാഹചര്യത്തിൽ ദൈവം അതിനുവേണ്ടി ചില ആളുകളെ യോജിപ്പിക്കുക. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഇവൻ ഈ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് തൊടുക. എന്നാൽ അവിടെ നിന്നുള്ള വിമോചനത്തിന് വേണ്ടി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചിലരെ ദൈവം ഒരുമിച്ച് എഴുന്നേൽപ്പിച്ചു. സെഖരിയ പ്രവാചകൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഹഗ്ഗായി പ്രവാചകൻ എഴുന്നേറ്റു. അതേ സമയത്ത് തന്നെ നെഹമ്യാവിനെ ദൈവം ഒരു നേതാവാക്കി വെച്ചു. അതേ സമയത്ത് തന്നെ വേറൊരു പ്രവാചകനാക്കി വെച്ചു. അതേ സമയത്ത് തന്നെ യെസ്ര പുരോഹിതനെ ശാസ്ത്രിയും പുരോഹിതനുമാക്കി വെച്ചു. എന്നിങ്ങനെ ചില പ്രിയപ്പെട്ടവരെ ദൈവം അവിടെയും ഇവിടെയും ഒക്കെ സമകാലികന്മാരായി കൊണ്ടുപോയി. രോഗശാന്തിക്കാരൻ ഒരു വശത്തൂടെ, ഭൂതശാന്തിക്കാരൻ വേറൊരു വശത്തൂടെ, പ്രവാചകൻ ഇനിയൊരിടത്തൂടെ, അപ്പസ്തോലൻ ഇനിയൊരു വശത്തൂടെ, സുവിശേഷകൻ ഒരിടത്തൂടെ, വ്യത്യസ്ത അപ്പോയിൻമെന്റുകളെ ഒരുമിച്ച് ചേർക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. എന്താ ഇത് കാണിക്കുന്നത്? വിടുതലിൻ്റെ സമയമായി. ഒരു സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും, അല്ല ലോകത്തിലെ 10-12 രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുവാൻ ആളുകൾ വന്നിരുന്നു, ഇനിയും വരും. എന്താ കാര്യമെന്നറിയാമോ? അനേക തരത്തിലുള്ള ശുശ്രൂഷകൾ ഒരുമിച്ച് വിളങ്ങുന്നത് കാണാം. സെഖരിയ ഒരിടത്തൂടെ പ്രസംഗിക്കുന്നു, ഹഗ്ഗായി വേറൊരിടത്തൂടെ പ്രവചിക്കുന്നു, നെഹമ്യാവ് ഇനി ഒരിടത്ത് പ്രസംഗിക്കുന്നു, യെസ്രാ ശാസ്ത്രി ഇനി ഒരിടത്തൂടെ. ദൈവം അവിടെയും ഇവിടെ നേതാക്കന്മാരെ ഒരുമിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയാണ്. രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. എസ്രായിയുടെ പുസ്തകം 6-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദേശാധിപതിയായ തക്നായിയും ദാര്യാവേശ് രാജാവ് യഹൂദന്മാരുടെ മൂപ്പന്മാർ എഴുന്നേറ്റ് പണിതു. ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സെഖരിയ പ്രവചനും പ്രവചിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരവും കോരേഷിൻ്റെയും ദാര്യാവേശിൻ്റെയും പാഴ്സ് രാജാവായ അർത്ഥശിഷ്ട രാജാവിൻ്റെയും കൽപ്പനപ്രകാരം അത് പണിയാൻ തീരുമാനിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവസഭയെ തിരികെ പണിയുമെങ്കിൽ അധികാരികളെ ദൈവം റീഇൻസ്റ്റേറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രവചിക്കുന്ന പ്രവാചകന്മാർ എഴുന്നേൽക്കണം. ഒരിടത്തൂടെ എസക്കിയാവ് പ്രസംഗിക്കുക, ഒരിടത്തൂടെ ഹഗ്ഗായി പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കാറായില്ല, യഹോവയുടെ ആലയം തേണ്ടേ താണ് കിടക്കുമ്പോൾ നീ തട്ടിട്ട വീട്ടിൽ പാർക്കാറായില്ല, എഴുന്നേറ്റ് ആലയം പണിയുക. അങ്ങേപ്പുറത്ത് സെഖരിയാവ് എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ്, വരിക, ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്, സഭ എഴുന്നേൽക്കട്ടെ. നെഹമ്യാവ്, യെസ്ര മുതലായവർ ഒരേ സമയം പ്രവർത്തനം ആരംഭിച്ചു. ചക്രവർത്തിമാരെ തമ്പുരാൻ ഉണർത്തി. എല്ലാ പ്രവാചകന്മാരും നാടുവാഴികളും ദൈവം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചു. മൂപ്പന്മാരെ എഴുന്നേറ്റ് പണിയാൻ തുടങ്ങി. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം സംജാതമാകണം. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ആ വിടുതലിൻ്റെ കാലഘട്ടമായി. അതുകൊണ്ടാണ് യഹോവയുടെ ദൂതൻ ഇറങ്ങി വന്നത്, അല്ലേ വരത്തില്ല. ഇയാൾ ഇവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുക. എന്നാൽ ദൈവം ആദ്യമായി സാത്താനോട് പറഞ്ഞു, നിനക്ക് പോവാം, നിന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു, നിന്നെ ഞാൻ കളയുക.
എന്നിട്ട് സക്കറിയാവ് 3-ാം അധ്യായത്തിൻ്റെ ആ വാക്യങ്ങളിൽ മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് പറഞ്ഞു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുക തന്നെയായിരുന്നു. സമയമായി. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ദൈവം ഓർത്തു. ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേല. അബ്രഹാം ആ പക്ഷികളെ പിളർക്കാതെ മൃഗങ്ങളെ പിളർന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നടുവിൽ കാത്തിരുന്നപ്പോൾ യഹോവ വന്ന് അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ തരും. ഓർത്തു. അവൻ്റെ സന്തതിയാ ഞാൻ തിരഞ്ഞെടുത്ത ജനമാ, ഇത് എൻ്റെ ജനമാ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് ചിന്തയുണ്ട്. യോശുവ അങ്ങേ മാത്രം മാനിച്ചിട്ടല്ല, അങ്ങേ മാനിച്ചു ഇല്ലെന്നല്ല, അങ്ങേ മാത്രം മാനിച്ചിട്ടല്ല, ഇതെൻ്റെ ജനമാ. ഈ നിൽക്കുന്ന യോശുവ ജനത്തിൻ്റെ പ്രതിനിധിയാണ്. അവരെന്നേലും കാണിക്കട്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, എൻ്റെ ജനമാ. എൻ്റെ അടുക്കൽ പലരും വന്ന് ചർച്ചയായിട്ട് ഒരു നല്ല തുക ഇന്നതിന് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം, വീട് വെക്കാൻ കൊടുക്കണം, ഉടുപ്പ് വാങ്ങിക്കാൻ കൊടുക്കണം, ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ റിയലി ഡീപ്പായിട്ട് ചെക്ക് ചെയ്ത് വരുമ്പോൾ വർഷങ്ങളായി ദശാംശം പോലും കൊടുക്കാത്തവരായി പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? കാശ് വിരിച്ചു, ഇവിടെ ജീവിതത്തിൽ 1 രൂപ ബഥേലിൽ സോദരാഴ്ച ഇടാത്ത വഴിയെ പോയവനായി പറയുന്നു. ഇതുമായി ബന്ധമുള്ള കാര്യമില്ല. പക്ഷെ യോശുവ, നീ അതല്ല ഈ ജനത്തിൻ്റെ പ്രതിപുരുഷനാണ്. നീ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചതുകൊണ്ട് നിന്നെ കളയത്തില്ല. വഴിയെ പോയി ഒരുവനല്ല നീ ജനത്തിൻ്റെ പ്രതിപുരുഷനാ. ഇന്ന് ഇതിനകത്തിരിക്കുന്നതിൽ എത്ര പേർ ചർച്ചിനോട് ബന്ധപ്പെട്ടവരാ? ഞാൻ ബഥേൽ മാത്രമല്ല ഉദ്ദേശിക്കുന്ന, ലോകവ്യാപകമായി ശ്രദ്ധിക്കുക. ആത്മാവിലും വിശുദ്ധിയിലും ദൈവത്തെ കൃപാവരങ്ങളോടുകൂടെ ആരാധിക്കുന്ന ദൈവജനം സമയമാകുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇച്ചിരൂടെ എളുപ്പം പോകുക. അവർക്ക് സഭയുമായി ഒരു കടപ്പാടുണ്ട്. ആ യോശുവ മഹാപുരോഹിതനോട് ദൈവം ഒരു കൽപ്പനയുണ്ട്. യോശുവയെ കുറിച്ചൊരു കൽപ്പന കൽപ്പിച്ചു. 4-5 വാക്യങ്ങളിൽ, 3-ാം അധ്യായത്തിൻ്റെ 4-5, അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവേൻ. യോശുവ ആദ്യമേ പിശാചിനെ പറഞ്ഞു വിട്ടത് കൊണ്ട് തീർന്നില്ല മോനെ, നീ തോന്നിയ പോലെ ജീവിച്ചോളാനല്ല. തൽക്കാലം നിന്നെ ശിക്ഷിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഞാൻ ശാസിക്കേണ്ടവനെ ശാസിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കേണ്ടവരെ ശാസിക്കപ്പെടട്ടെ, ശാസിക്കപ്പെടേണ്ടവർ ശാസിക്കപ്പെടട്ടെ, മാറ്റിവെക്കേണ്ടതിനെ മാറ്റിവെക്കട്ടെ. പണ്ടൊരിക്കൽ 1991-ലോ 92-ലോ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു പ്രത്യേക പദം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് കയറി വരുന്നു. സഭയുടെ ശുശ്രൂഷ. കുറേ പേരെ സ്നാനപ്പെടുത്തിയത് കൊണ്ട് തീർന്നില്ല. സുനിൽ പാസ്റ്റർ ഓർക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബഥേൽ പി ജയിക്കു പറഞ്ഞൊരു പദമാ സഭയുടെ ശുശ്രൂഷ. ചിലരെ സ്നാനപ്പെടുത്തിയത് കൊണ്ട് തീർന്നില്ല. ചില ദുർഭരണാധികാരികളുടെ കസേറ ചുവറ്റി എറിയുന്നത് വരെ സഭയുടെ ദൗത്യമാണ്. ചില ദുർഭരണാധികാരികളുടെ കസേറ ചുവറ്റി എറിയുന്നത് വരെ സഭയുടെ ദൗത്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ നീക്കേണ്ടതിനെ നീക്കുവാൻ, നിർത്തേണ്ടതിനെ നിർത്തുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് രാജ്യത്തെ ഏൽപ്പിക്കാം, ദേശത്തെ ഏൽപ്പിക്കാം. കർത്താവ് ചിലത് ചെയ്യട്ടെ. മുൻപിൽ നിൽക്കുന്നവരോട് പറഞ്ഞു. മുമ്പിൽ നിൽക്കുന്നവരാരാ? ദൂതന്മാരാ. യേശുവിൻ്റെ വട്ടം നിൽക്കുന്ന മുഴുവനും ദൂതന്മാരാ. ഉണ്ട് 2-3 ഭക്തന്മാരും ശുശ്രൂഷകന്മാരും ഉണ്ട്. എന്നാൽ ദൂതന്മാരോടാണ് ഒരു കൽപ്പന. അവൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ ആകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ഇന്ന് പകൽ ഉറച്ച നിലവിളിയോടുകൂടെ, ദൈവമേ വന്നുപോയി, എൻ്റെ കുറ്റം കൊണ്ടല്ല, എൻ്റെ സാഹചര്യങ്ങളിൽ എന്നെ കൊണ്ട് ചെയ്യാൻ ഒക്കാതെ പോയതുകൊണ്ട് എൻ്റെ വസ്ത്രം മുഷിഞ്ഞു പോയി, എന്നെ സഹായിക്കണമേ എന്ന് ചിലർ പറയുമെങ്കിൽ സ്വർഗത്തിനൊരു മറുപടി ഉണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ആകൃത്യം നിന്നിൽ നിന്ന് പോക്കി. ഞാൻ നിന്റെ ആകൃത്യം നിന്നിൽ നിന്ന് പോക്കി. നീ ജനത്തിൻ്റെ ഭാഗമാ, നീ എൻ്റെ ജനത്തിൻ്റെ ഭാഗമാ. നിന്നെ നോക്കിയാണ് അവരിയ്ക്കുന്നത്. ഞാൻ നിന്റെ ആകൃത്യം നിന്നിൽ നിന്ന് പോക്കി. ഇന്ന് പകൽ ചിലതിനോട് കർത്താവ് ക്ഷമിക്കട്ടെ. പുതിയ നിയമത്തിലെ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. യേശുവിൻ്റെ മുഖത്ത് നോക്കുവാൻ ഭാരമായി അദ്ദേഹം പോയി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. വീണ്ടും അദ്ദേഹം ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകാം.
ഒരു പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് അനുദപിച്ച് വന്ന പാർട്ടിയാണ്. വീണ്ടും ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകാൻ, നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ഒരു പിന്മാറ്റക്കാരൻ മറ്റു പിന്മാറ്റക്കാരെ ഉണ്ടാക്കും. പലരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയ, പലരെ ദൈവത്തോട് അകറ്റിക്കളഞ്ഞ പത്രോസ് ആകെ അങ്ങ് തളർന്നു. ആകപ്പാടെ ജീവിതത്തിൽ മടുത്ത്, എനിക്ക് ലഭിച്ച നന്മയെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന വാഗ്ദത്തം കിടക്കുന്നു, ഞാൻ നിന്നെ ഉയർത്തുമെന്ന വാഗ്ദത്തം കിടക്കുന്നു. സകലതും കളഞ്ഞേച്ച്, എൻ്റെ കർത്താവേ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞല്ലോ, ഐ ബ്ലോൺ ഇറ്റ് ഔട്ട്. ഒരു ബലൂൺ, ഒരു കുഞ്ഞ് വീർപ്പിച്ച് അത് പൊട്ടിപ്പോകുന്നത് പോലെ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്ന ആ ദൈവിക സമ്പത്തുകളുടെ ആകത്തുക പൊട്ടിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരുക്കിയ ബ്രേക്ക്ഫാസ്റ്റുമായി യേശു കടൽപ്പുറത്ത് വന്ന് നിൽക്കുക. പത്രോസേ, കേറി വാ പത്രോസേ, പക്ഷിക്ക് പത്രോസേ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. പത്രോസേ, ഒന്നും നഷ്ടമായില്ല. എൻ്റെ കുഞ്ഞാടുകളെ മേയിപ്പാൻ, എൻ്റെ ആടുകളെ മേയിപ്പാൻ ഞാൻ പിന്നെ നിന്നെ ആക്കുക. നീ ജനത്തിന്റെ ഭാഗമാ. നീ ജനത്തിന്റെ ഭാഗമാ. ഞാൻ നിന്നോട് ചിലതും കൂടെ ചെയ്യാൻ പോകുകയാ. മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് മാറ്റ്. ഇന്ന് പകൽ വിശുദ്ധ ദൂതന്മാർ ജനത്തെ ശുദ്ധീകരിക്കുവാൻ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുവാൻ നമ്മുടെ നടുവിലൂടെ നടക്കട്ടെ. പരിശുദ്ധാത്മാവ് ചിലതിന് കുറ്റബോധം കൊടുക്കട്ടെ, ചിലതിന് പാപബോധം കൊടുക്കട്ടെ. മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് മാറ്റുക. ഞാൻ പിടിക്കപ്പെടേണ്ട ഇടത്ത് പിടിക്കപ്പെടാതെ, പരസ്യകോലമാകേണ്ട ഇടത്ത് പരസ്യകോലമാകാതെ, നശിച്ചു പോകേണ്ട ഇടത്ത് നശിക്കാതെ, ജനം ചേർന്ന് കല്ലെറിയേണ്ട ഇടത്ത് കല്ലെറിയപ്പെടാതെ സാത്താനെ ഫൽസിച്ച് നിർത്തിയെങ്കിൽ, അല്ലയോ യോശുവ, അങ്ങേ വിട്ടെന്നല്ലതിന്റെ അർത്ഥം. അങ്ങ് മാനസാന്തരപ്പെട്ടേ മതിയാകൂ. മുഷിഞ്ഞ വസ്ത്രം മാറിയേ മതിയാകൂ. ഇറ്റ് ഈസ് നോട്ട് ഡൺ അതർവൈസ്. അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു, ഉത്സവവസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ. അവനെ വസ്ത്രം മാറ്റിയതുകൊണ്ട് തന്നെ ആയില്ലടാ, നിന്നെ പുതിയ അധികാരങ്ങളിലേക്ക് കൊണ്ടുവരിക. നിന്നെ പുതിയ അധികാരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. പുതിയ വസ്ത്രം അവന് കൊടുക്കുക, പുതിയ തലപ്പാവ്. അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്ക നിൽക്കുകയായിരുന്നു. സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് യേശു നിൽക്കുക. ഇത് മാറിത്തീരുന്നത് വരെ, സഭയിൽ ചില പുതുമകൾ പകരുന്നത് വരെ തമ്പുരാൻ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ചർച്ചയായിട്ട് നമ്മൾ ഒരു പല അനുഭവങ്ങളിൽ ഉയർന്നു വന്നിടത്തുനിന്ന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഞാനത് ദുഃഖത്തോടെ ദൈവസ്ഥാനത്തിൽ ഏറ്റുപറയുന്നു. പക്ഷെ മടങ്ങി വരുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. സഭയായി ഒന്ന് മടങ്ങി വരണം. ഞാനൊരു വ്യക്തിപരമായി മടങ്ങി വരവല്ല ഉദ്ദേശിച്ചത്, സഭയായി ഒന്ന് മടങ്ങി വരുവാൻ. പുതിയ വസ്ത്രം, പുതിയ തലപ്പാവ്, പുതിയ ചെരുപ്പ്, സകലതും പുതുതാക്കും. ശുദ്ധീകരണവും അംഗീകരണവും സഭയ്ക്ക് തരും. കഴിഞ്ഞ ദിവസം എന്നായിരുന്നു, ശനിയാഴ്ച ഇവിടെ വന്നേ, വെള്ളിയാഴ്ച ഞാൻ രണ്ട് ദിവസത്തേക്ക് ട്രിവാൻഡ്രം ഏരിയയിൽ കൺവെൻഷനുകൾ മീറ്റിങ്ങുകൾക്കായി പോയി. 4 പ്രത്യേക മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിലൊരു മീറ്റിംഗ് എൻ്റെ ആരോഗ്യക്കുറവ് കൊണ്ട് കംപ്ലീറ്റ്ലി, തനി മലയാളത്തിൽ പറഞ്ഞാൽ ചീറ്റിപ്പോയി. ഞാൻ ശബ്ദിച്ചു അതില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, എൻ്റെ ആരോഗ്യക്കുറവുണ്ടായിരുന്നു, ശരീരത്തിൻ്റെ ബലഹീനത. പ്രസംഗം പറഞ്ഞില്ലെന്നല്ല, അവിടെ കേട്ടവരൊക്കെ പറഞ്ഞു നല്ലതായിരുന്നു, നല്ല ഒത്തിരി പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെൻ്റെ ആത്മാവിലറിയാം ചീറ്റിപ്പോയി, അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഒരു മെസ്സേജൊക്കെ ചീറ്റിപ്പോയാൽ ഒരാഴ്ച ഞാൻ കരയും. ഒന്നും കാര്യമായി സംഭവിക്കാതെ പോയി. അതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ ദൈവകൃപയാൽ നന്നായി വരുന്നു. ബാക്കി സെക്ഷനുകളെല്ലാം നന്നായി. ലാസ്റ്റ് സെക്ഷന് വേണ്ടി വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ടെലിഫോൺ കോൾ കിട്ടി. ഭൂമിയുടെ അങ്ങേ വശത്തുനിന്ന്, വാഷിങ്ടൺ DC, ഫിലദൽഫിയയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട്, അവർക്ക് രാവിലെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, എനിക്ക് വൈകുന്ന സമയമാണ്. എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പാസ്റ്ററെക്കുറിച്ചൊരു വെളിപ്പാട് കണ്ടു. പാസ്റ്റർ എൻ്റെ അടുക്കൽ ഒരു പ്രത്യേക ഷൂ കൊണ്ടെത്തുന്നു. അത് അപ്പടി പൊടി പിടിച്ച് കിടക്കുക. അതൊന്നുകൂടെ ഒന്ന് കുടഞ്ഞ് ഒന്നൊന്ന് പോളിഷ് ചെയ്ത് തരാൻ പാസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനിത് പോളിഷ് ചെയ്തു. പാസ്റ്റർ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരൻ നിൽക്കുന്ന പോലെ ഉണ്ട്. എന്നോട് ലോകത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും പട്ടാളക്കാരനായിരിക്കും എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പട്ടാളത്തിൽ ഞങ്ങൾ ഉപയോഗിച്ച ഒരു ബൂട്ടിൻ്റെ കാര്യമായി ഇദ്ദേഹം പറഞ്ഞു. എന്നോട് പറഞ്ഞു, സ്നോയ്ക്കകത്തും ഇടാം, മണ്ണിനകത്തും ഇടാം, പാറപ്പുറത്തും ഉപയോഗിക്കാം, റോഡിലും ഉപയോഗിക്കാം. അങ്ങനെ ഒരാളാണ്.
ഒരു എക്സിക്യൂട്ടീവ് സ്റ്റാൻഡിൽ വന്നു. അതുകൊണ്ട് പാസ്റ്ററെ, ഞാൻ കുറച്ചു നേരം പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് വൈകിട്ട് വീണ്ടും പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ശുശ്രൂഷകൾ ആവർത്തിച്ചോണം. പണ്ട് കാലങ്ങളിൽ ഞാൻ കൺവെൻഷന് പോകുന്ന സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്ത് പല രോഗങ്ങളുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെടും. അപ്പോഴേ വിളിച്ചു പറയും അവർക്ക് വിടുതലുമാണ്. അങ്ങനെ ആട്ടുബ്രദറെ എന്ന് പറഞ്ഞു പോയി. ദൈവത്തിൻ്റെ കരുണയാൽ വെള്ളിയാഴ്ച രാത്രിയിൽ ആ പുതിയ ഷൂസ് ഞാൻ അനുഭവിച്ചു. കുറേ രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടു. ഓൺ ദി സ്പോട്ട്. സഭയ്ക്ക് ദൈവം ചിലത് റിസ്റ്റോർ ചെയ്യട്ടെ. ഇതിനകത്തെ ശുശ്രൂഷകന്മാർ ഇവിടുന്ന് ജനിച്ച് ഇവിടുന്ന് വളർന്ന് ഇവിടെ പ്രയോജനപ്പെട്ട് ഇന്ന് പൊളിഞ്ഞു പോയ അതും കൂടെ പറഞ്ഞേ തീരുള്ളൂ. ചില ശുശ്രൂഷകന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്, വടി ഉപയോഗിച്ച് നടക്കുന്നവരുടെ അടുക്കൽ ചെന്ന് ആ വടി ഇനി തന്നേക്കാൻ പറഞ്ഞു, വാങ്ങിച്ചേച്ച് നീ നടന്നു പോയിക്കോളാൻ പറയുന്നത് ഞാൻ കണ്ടതാ. ഈ ദിവസങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടണം. ചില പുതുമകൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. ചില പുതുമകൾ കർത്താവ് നമുക്ക് ചെയ്തു തന്നേ മതിയാകും. ഓക്കെ. സഖറിയ പ്രവചനം 3:6-7 യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും. ദൈവം ആദ്യം സാത്താനോട് സംസാരിച്ചു, രണ്ടാമത് യോശുവയോട് സംസാരിച്ചു, മൂന്നാമത് അരികിൽ നിൽക്കുന്ന ദൂതന്മാരോട് സംസാരിച്ചു, വീണ്ടും യോശുവയോട് പറയുക. ക്രമീകരണങ്ങൾ പടിപടിയായി നടക്കുക. 6-7 വാക്യങ്ങളിൽ യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യാദികൾ നോക്കുകയും ചെയ്താൽ. എപ്പോഴാണ് ഇത് ഏൽപ്പിക്കുന്നതെന്നറിയാമോ? വസ്ത്രം മാറിയിട്ട, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, പുതിയ തലപ്പാവ് വെച്ചു, പുതിയ ചെരുപ്പിട്ടു. അതൊക്കെ എൻ്റെ കണക്കാ. വരേണ്ട വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ യോശുവയോട് വീണ്ടും പറഞ്ഞു, ഇനി നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ചുരുക്കട്ടെ, സമയമായതുകൊണ്ട് ചുറ്റും നിൽക്കുന്ന ദൂതന്മാരാ ഏഞ്ചാലിക് മിനിസ്ട്രി സഭ കയറിയേ പറ്റൂ. ഈ നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്റെ വട്ടത്തിൽ ആൾ നിൽക്കുന്നത് നിനക്ക് കാണാമോ? കാര്യം ദൈവപുത്രൻ ഇവിടെ ഉള്ളിടത്ത് വട്ടത്തിൽ ദൂതന്മാരുണ്ട്. ഈ നിൽക്കുന്നവരുടെ ഇടയിൽ നിനക്ക് ആഗമമുണ്ട്. ഇന്ന് പകൽ മുതൽ ചില വ്യക്തികളെ കർത്താവിലേക്ക് നയിക്കുവാൻ, ചിലരുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ, മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് ചെയ്തെടുക്കുവാൻ ശക്തന്മാരായ ദൂതന്മാരെ പറഞ്ഞയക്കുവാൻ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ നിനക്ക് ആഗമം അനുവദിക്കും. യോശുവയോട് കൽപ്പന തുടരുകയാ. സഖറിയാവ് 3:8-9 മഹാപുരോഹിതനായ യോശുവേ, നീ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരൻ കേട്ടുകൊള്ളുവീൻ. അവർ അത്ഭുത ലക്ഷണമുള്ള പുരുഷന്മാരല്ലോ. ചിലതിൻ്റെയൊക്കെ രൂപം മാറാൻ പോക, ചിലതിൻ്റെയൊക്കെ സ്വഭാവം മാറാൻ പോക, ചിലരുടെയൊക്കെ ഷേപ്പ് മാറാൻ പോക. ഈ ഭാരമുള്ള 2025 ചിലരുടെയെല്ലാം ഷേപ്പ് മാറാൻ പോകുകയാ. അവർ അത്ഭുത ലക്ഷണമുള്ളവരാണ്. ഇവരുടെ നടുവിലേക്ക് എൻ്റെ പുത്രനെ അയക്കാൻ പോക. മുളയെന്നൊരുവൻ, അത് യേശുവിനെ കുറിച്ച് പറയുന്ന പദമാണ്. അവരുടെ മുള എന്നൊരുത്തനെ ഞാൻ വരുത്തും. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുണ്ട്. ഞാനതിനെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യേശുവിനെ കുറിച്ച് പറയുന്നതാണ് കല്ലെന്ന പ്രയോഗം. 7 എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയാണ്, സൃഷ്ടിയുടെ പൂർണ്ണതയാണ്. ഇതെല്ലാം കൂടെ ഉള്ള ഒരു പ്രത്യേക അനുഭവം സഭയുടെ മുമ്പിലൂടെ തുറക്കും. ഞാനതിനെ കൊത്തുപണി കൊത്തും. ഒരേ ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാവിലെ എന്നെ ഒരു സഹോദരൻ വിളിച്ചു. ഏർലി മോർണിംഗ്. അദ്ദേഹമൊക്കെ രാത്രിയിൽ അധികം ഉറങ്ങുന്നയാളല്ല, ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾ. എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, തുടർന്നുള്ള ദിവസങ്ങളിൽ 3 പ്രത്യേക തലങ്ങളിൽ സഭ ഉയർന്നു വരും. 3 വ്യത്യസ്ത ലെവലുകളിൽ സഭ ഉയർന്നു വരും. ഒന്ന് ഹോളിനെസ്. എന്നോട് ദൂത് പറയുന്നവരൊരു 50 പേര് കാണും, കുറയാതെ 50 പേര് കാണും. ഞാൻ 50 ഇവിടെ വിളിച്ചു പറയാറില്ല. അതെന്നോട് ഇടപെട്ട ദൂതാണ്. ദൈവം അത് ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടത്തേ ഉള്ളൂ. പക്ഷെ സഭയോട് പറയണമെന്നുള്ള ചിലത് ദൈവം എന്നോട് ആവശ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 3 വ്യത്യസ്ത തലങ്ങളിൽ സഭ ഉയരാൻ പോവുക. നമ്പർ 1 ഹോളിനെസ്. ചിലർ തയ്യാറാണെങ്കിൽ അവരുയരും. 2 അതോറിറ്റി. അതാണ് 7 കണ്ണുള്ള കല്ല്.
7 കണ്ണുള്ള കല്ല് വെളിപ്പെടുന്നത്, 3 ഗ്രേസ് ഗിഫ്റ്റ് കൃപാവരങ്ങൾ. ഈ 3 തരങ്ങളിൽ ഉയർന്നിരിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഭയിൽ ഇതൊന്നുകൂടെ വിളിച്ചു പറഞ്ഞേക്കണേ. യെശയ്യാവ് 58 1-2 വാക്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞതാ, പല പല കാത്തിരിപ്പ് യോഗങ്ങളിൽ ഉപയോഗിക്കാറുള്ളതാണെന്നു. കാഹളം പോലെ ഉറക്ക വിളിക്കുക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ഞങ്ങൾ നോമ്പ് നോക്കുന്നു, നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്നില്ല എന്നിത്യാദിയുള്ളത്. മിണ്ടണ്ട, ദൈവം നിങ്ങൾക്കൊരു വിശ്രാമം തരും. ആരെങ്കിലും ഒരാൾ യെരമ്യാവ് 31 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. വിശ്രമം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാവ് 31 1-2 വാക്യങ്ങൾ നിർത്തിക്കോട്ടെ. അക്കാലത്ത് ഞാൻ ഇസ്രയേലിലെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഞാൻ ഇസ്രയേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. റിസ്റ്റോറേഷൻ ഇൻ ടു ദ ഒറിജിനൽ എസ്റ്റേറ്റ്. സഭയുടെ ഏറ്റവും നല്ല കാലങ്ങളിൽ അനുഭവിച്ച ആ ദിവസങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഈ വർഷം കഴിവുള്ളിടത്തോളം ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ എടുക്കും. എൻ്റെ അറിവിൽ ഇതുവരെയും ഒരു ഫൈനൽ ഡിക്ലറേഷൻ ആയിട്ടില്ലെങ്കിലും ഈ വർഷം 21 ദിവസം ആയിരിക്കത്തില്ല, 40 ദിവസം ഉപവാസ പ്രാർത്ഥന കണ്ടേക്കാം. പാസ്റ്ററെ, എനിക്ക് ഉപവസിക്കാനൊക്കത്തില്ല, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുമില്ല. പക്ഷെ കഴിയുന്നവരുണ്ട്, ദൈവം കൃപ കൊടുക്കുന്നവരുണ്ട്, എനിക്ക് വേണമെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. ഒരു ദിവസം ഉപവസിക്കാവുന്നവർ ഒരു ദിവസം ഉപവസിക്കട്ടെ, 40 ഉപവസിക്കാവുന്നവർ 40 ഉപവസിക്കട്ടെ. വ്യക്തിപരമായി ആ ദിവസങ്ങളിൽ ചിലത് നേരത്തെ ഇത് തീരുമാനിക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ ഇവിടെ ഒക്കെ കൺവെൻഷൻ്റെ പ്രോഗ്രാം കൊടുത്തുപോയ പ്രോഗ്രാംസ് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, സഭയുടെ ആ ദിവസങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുന്നമേ ഒരു 40 ദിവസം അതിന് മുന്നമേ ഞാൻ ഉപവസിക്കാം. ഇവിടെ 40 ദിവസം ഉപവസിക്കാൻ ദൈവാത്മാവ് ആലോചന കൊടുത്ത പലരും സഭയ്ക്കകത്തുണ്ട്. വളരെ ലേറ്റായിട്ട് ഇതൊക്കെ അറിയുന്നത്. ദൈവം ഒരുപാട് പേരോട് ഇടപെടുന്നുണ്ട്. ഇന്ന് എന്നോട് ഇടപെട്ടതെങ്കിൽ ഇന്നലെ പലരോട് ഇടപെട്ടതാ. ഞാനും അതുകൊണ്ട് കുറേ ദിവസങ്ങൾ ഉപവാസമായിരിക്കും. ചർച്ചിൻ്റെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു 40 ദിവസം ഉപവസിച്ചിരിക്കും. എന്നിട്ട് സഭയോടുകൂടെ ചേരാവുന്നിടത്തോളം ദിവസങ്ങളിൽ ചേർന്ന് ഒരുമിച്ച് ഉപവസിക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. മാർച്ച് മാസത്തിൻ്റെ 3-ാമത്തെ ആഴ്ച എത്രാം തീയതി? അത് മൺഡേ. അത് എത്രാം തീയതിയാണ് ഡേറ്റ്? 3-ാമത്തെ ആഴ്ച 16. മാർച്ച് മാസം 16-ാം തീയതി തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്ന ഒരാഴ്ച, 17-ാം തീയതി മുതൽ തുടങ്ങുന്ന ഒരാഴ്ച ഇവിടെ പ്രാർത്ഥിക്കാനായി താല്പര്യപ്പെടുന്നു. ഉപവസിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല. ഒക്കുന്നവരെല്ലാം ഉപവസിക്കണം. ഞാൻ ദാനിയൽ ഫാസ്റ്റിങ്ങിലായിരിക്കും. ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മാസവും ഈ വർഷം നമുക്ക് കുറേ പ്രാർത്ഥിച്ചേ പറ്റൂ. അതിനൊരു ദൈവകൃപ തരട്ടെ. വർഷാവസാനത്തിൽ അത്തറ്റം വരെ പോകത്തില്ല, അതിനു മുന്നമേ ദൈവം നമ്മെ ഒന്നുകൂടി ഉയർത്തും. ഭാരതത്തിന് ഇത് പ്രതികൂലത്തിൻ്റെ സാഹചര്യമാണ്. നമുക്ക് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവും ദൈവവുമേ, ഞാൻ അങ്ങയുടെ ജനത്തെ ഒന്നുകൂടെ ഈ അന്തരീക്ഷത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത ഇടങ്ങളിൽ ശ്രദ്ധിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപവാദി ഞങ്ങൾക്കെതിരാണ്. അപവാദി അപവാദം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങയുടെ ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ ഈ ദിവസങ്ങളിൽ തരണമേ. അപവാദിയെയും പകയനെയും ശത്രുവിനെയും മിണ്ടാവാക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ പകരണേ.